പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം അതുപോലെ മുതൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവെ, നീ നൽകുന്ന ജ്ഞാനം അത് ലോകത്തിൻ്റെതല്ല. നീ നൽകുന്ന കൃപയും നിന്റെ അറിവും ഞങ്ങളിൽ അവിടുന്ന് നിറയ്ക്കണമേ. നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീകമായ നൽവരങ്ങളും അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാനുള്ള കൃപയായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. ഞങ്ങളുടെ പഠന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അത് നല്ല അനുഭവങ്ങളാക്കി തീർക്കുവാനും, അറിവ് മാത്രമല്ല ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാനും ഞങ്ങൾക്കത് മുഖാന്തരം ഇടയാകണമേ. ഇന്ന് ഞങ്ങൾക്ക് അറിവ് പകരുവാൻ തക്കവണ്ണം നീ ഒരുക്കിയിട്ടുള്ള ആചാര്യ അഭിഷക്തനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആചാര്യൽ കൂടി സംസാരിപ്പാൻ, നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. പഠനത്തിനായി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ബുദ്ധിയിലും വിവേകത്തിലും ജ്ഞാനത്തിലും നിറയ്ക്കണമേ. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള ഗമനത്തിന് അത് മുഖാന്തരമായി തീരുവാൻ ഇടയാകണം. ഇന്ന് ഇതിൽ വന്നു ചേർന്നിരിക്കുന്നവരെ എല്ലാവരും അനുഗ്രഹിക്കണമേ. വരാൻ കഴിയാതെ പോയവരെയും അനുഗ്രഹിക്കണമേ. സഭയെയും സമൂഹത്തെയും തിരുസന്നിധിയിൽ തരുന്നു. പ്രത്യേകാൽ ഈ ലോകത്തെ മുഴുവനായി തിരുസന്നിധിയിൽ തരുന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിലും വിവിധ ഇടങ്ങളിലും യുദ്ധത്തിന്റെ അനുഭവങ്ങൾ മൂലം കെടുതിയിലാകുന്ന എല്ലാതിന്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ലോക നേതാക്കന്മാർക്ക് സമാധാനത്തിന്റെ ബുദ്ധിയും വിവേകവും നൽകണമേ. നീ അവരോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. ദുരിതത്തിലും ദുഃഖത്തിലും നഷ്ടങ്ങളിലും വേദനിക്കുന്ന സമൂഹങ്ങളെ എല്ലാവരെയും തിരുസന്നിധിയിൽ തരും. നിന്റെ കൃപ കൂടെ ഇരുന്ന എല്ലാവരെയും അവിടുന്ന് വഴി നടത്തണമേ. ദൈവികമായ ജ്ഞാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അരുളിയ ദൈവമേ, ലോക സമാധാനത്തിനപ്പുറത്ത് നിന്റെ സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട ഷിബുവച്ചൻ, കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഫെയ്ത്ത് സ്റ്റഡിയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാധനയിൽ നാം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെ സംബന്ധിച്ചും അതിന്റെ ആക്ഷൻസ്, ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ ഒരു ആകത്തുക എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ്. എനിക്കറിയാം ഈ വിഷയം ചെറിയൊരു വിഷയമല്ല, അല്പം വാസ്റ്റാണ്. എങ്കിലും നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ കഴിവുള്ളിടത്തോളം ആ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ട ഷിബുവച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. നോർത്ത് ഈസ്റ്റ് ഇടവകയിലാണ്, നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിലാണ് പ്രിയപ്പെട്ട അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നെ ഒരുപക്ഷെ നിങ്ങൾ പലരും മുൻപ് തന്നെ അറിയുന്ന വൈദിക ശ്രേഷ്ഠനാവാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട അച്ഛനും ഞാനും ഒരേ സമയത്ത് സെമിനാരിയിൽ പഠിച്ചതാണ്. അന്നു മുതലുള്ള സ്നേഹവും ബന്ധവും ഒക്കെ ഇപ്പോഴും ഓർക്കുമ്പോഴും സന്തോഷമുണ്ട്. സെമിനാരി പഠന കാലയളവിൽ ഒരുമിച്ചുണ്ടായിരുന്ന കാലങ്ങളൊക്കെ ഇപ്പോഴും സ്നേഹത്തോടെ ഓർക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷയിൽ ദൈവം തമ്പുരാൻ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ദൈവം തമ്പുരാന്റെ കൃപ കൂടുതലായി കൂടെ ഇരുന്ന് പ്രിയപ്പെട്ട അച്ഛനിൽ കൂടി നമുക്ക് അറിവ് ലഭിക്കുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ്റെ ക്ലാസ്സും സമയവും അതിനുവേണ്ടി വിനിയോഗിക്കുമ്പോൾ നമുക്കത്
നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം. നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥന പ്രത്യേകമായി ആവശ്യപ്പെടുന്നു. എല്ലാവരെയും ഒന്നു ചേർന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ഈ ക്ലാസ്സിന് വേണ്ടി പ്രത്യേകമായി ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്നും ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ മുഖങ്ങൾ കണ്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും അച്ഛന് കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ഓൺ ചെയ്താൽ അത് നന്നായിരിക്കും. ഈ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവരും വീടുകളിലൊക്കെ ആണെന്ന് എനിക്കറിയാം. പകൽ സമയത്തൊക്കെ ആണെങ്കിൽ ജോലിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോ രാത്രി സമയമായതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് അത് ഓൺ ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ മുഖം നോക്കി അത് ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകും. അതുകൊണ്ടാവും. അല്ലാതെ അച്ഛൻ ഇങ്ങനെ ബ്ലാങ്ക് സ്ക്രീനിൽ നോക്കി എത്ര പറഞ്ഞാലും അത് ആവുകയില്ല. എങ്കിലും അച്ഛൻ അത് ഇച്ചിരി ഒന്ന് ഒരു ഈസി ഗോയിങ് ആന്നുള്ള രീതിയിൽ അതൊന്ന് ആക്കി തീർക്കാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ഓൺ ചെയ്യണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അച്ഛ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട പി അച്ഛൻ, പ്രിയ സഹോദരിമാരെ, ഈ MMBSന്റെ ഈ ഫെയ്ത്ത് സ്റ്റഡി സീരീസിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ പഠനവും കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കാൻ പ്രത്യേകമായിട്ട് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റിലും സൗത്ത് വെസ്റ്റിലും ഒക്കെ ഉള്ള ഒരു പൊതു സ്വഭാവം ഇതാണ്. ഈ പറയുന്ന മുഖം മൂടി വെച്ചുകൊണ്ടുള്ള പഠനമാണ് നടക്കുന്നത്. അത് എനിക്കത് പരിചിതമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പരാതിയൊന്നുമില്ല. അത് ഇവിടെ ഇങ്ങനെ തന്നെയാണ്. നമുക്കൊക്കെ ഒരു സ്വഭാവം, നമ്മളൊക്കെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മക്കളും പ്രത്യേകിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ളവരായതുകൊണ്ട് ഒക്കെയാണ്. അതിന്റെ കാരണങ്ങളൊക്കെ റീസണൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏതായാലും എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഈ സിമ്പിൾസ്, സയൻസ്, അതുപോലെ തന്നെ ലിറ്റർജിക്കൽ വെസ്റ്റ്മെന്റ്സ്, ലിറ്റർജിക്കൽ സിമ്പിൾസ്, ലിറ്റർജിക്കൽ സയൻസ്, ലിറ്റർജിക്കൽ മൂവ്മെന്റ്, അതുപോലെ തന്നെ സയൻസിനെ കുറിച്ചൊക്കെ എടുക്കണം എന്നുള്ളതാണ്. 2 ക്ലാസ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത വ്യാഴാഴ്ച ഒരു ക്ലാസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം സിമ്പിൾസുമായിട്ടും വെസ്റ്റ്മെന്റും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയാം. അടുത്ത ക്ലാസ്സിലും കുറച്ചുകൂടി വിപുലമായിട്ട് ഈ പറയുന്ന ലിറ്റർജിക്കൽ ചലനങ്ങൾ, ലിറ്റർജിക്കൽ മൂവ്മെന്റ്സ്, അതിനെക്കുറിച്ചും പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു പാട്ടുണ്ട്, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, അല്ലേ? അങ്ങനെ ഒരു പാട്ടില്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട്, യേശുദാസിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് പറയുന്നത്. ഏതായാലും അപ്പോൾ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഈ വാക്കുകൾ പോരാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റു പലതും ഉപയോഗിക്കുന്നത്. അപ്പോ ലിറ്റർജിക്കലായിട്ട് ഇപ്പൊ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാനും, ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ വാക്കുകൾക്ക് പരിമിതി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പ്രതീകങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, സിമ്പിൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ദ വിസിബിൾ മെറ്റീരിയൽ ആണ് ദാറ്റ് പോയിന്റ്സ് ടു ദി ഇൻവിസിബിൾ റിയാലിറ്റി. ഒരു വിസിബിൾ മെറ്റീരിയൽ അത് പോയിന്റ്സ് ടു ദി ഇൻവിസിബിൾ റിയാലിറ്റി, അതിനെ കുറിക്കുന്നതാണ് ഏതായാലും സിമ്പിൾസ് എന്ന് പൊതുവെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പള്ളിയിൽ നിങ്ങൾ ഒരു എക്സാമ്പിൾ, ഒരു മാമോദീസ തൊട്ടി കാണുന്നു. മാമോദീസ തൊട്ടി എന്താ പറയാ, ഒരു തൊട്ടി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ചത് പള്ളിക്കുള്ളിൽ അതങ്ങനെ ഇരിക്കുമ്പോൾ അതിന് പ്രത്യേക അർത്ഥവും അതുപോലെ തന്നെ അതിന് പ്രത്യേകമായ ആശയമൊക്കെ ഉണ്ട്. അത് പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക വലിയ ആശയമൊന്നും വരത്തില്ല. പള്ളിക്കുള്ളിൽ ആരാധനാ സമൂഹത്തിന്റെ മധ്യത്തിൽ, ആരാധനാ സ്ഥലത്താണ് ഈ പ്രതീകങ്ങൾക്കൊക്കെ അർത്ഥം വരിക. അപ്പൊ പുറത്തുള്ള ഒരാള്, അതുകൊണ്ടാണ് ഈ പുറത്തുനിന്ന് ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതെന്തോടാ ഇതൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഇതിനൊക്കെ എന്താ ഈ പറയുന്ന എന്താണ്, ഒരു വിശുദ്ധ കുർബാനയിൽ വന്നാൽ രണ്ടുപേരും എന്നിട്ട് ഇങ്ങനെ കടകടാന്ന് കിരുക്കിക്കൊണ്ടിരിക്കും, ഒരാൾ മണിയടിക്കും, അതുപോലെ തന്നെ അച്ഛനാണെങ്കിൽ കൈയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഇത് എന്നതാ ഇത് നടക്കുന്നത്? എന്തെങ്കിലും മാജിക് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രവാദമാണോ എന്നൊക്കെ പുറത്തുള്ളവർക്ക് വന്നാൽ തോന്നും. പക്ഷെ ആരാധിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ആരാധിക്കുന്ന സമൂഹത്തിന് ഇതൊക്കെ അർത്ഥമുള്ളതാണ്. അപ്പോൾ ആരാധനയിൽ മാത്രമേ പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾസിലേക്ക് ഒന്ന് പെട്ടെന്ന് കടക്കാം. നമുക്ക് സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്തേക്ക് കടക്കാം.
നമുക്കറിയാം, നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു സിമ്പിളാണ് എന്താ? ഏറ്റവും ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ എന്താ? കുരിശ്. കുരിശാണ് അല്ലേ? അപ്പോൾ ഈവാനിസ് തിരുമേനി, നമ്മുടെ കാലം ചെയ്ത ഈവാനിസ് തിരുമേനി പറഞ്ഞ പോലെ കുരിശ് വരയ്ക്കണം എന്നാണ്, കുരിശ് വഹിക്കണം, അതുപോലെ തന്നെ കുരിശിനെ, തിരുമേനി പറഞ്ഞ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, കുരിശ് വഹിക്കണം, കുരിശ് വരയ്ക്കണം, അതുപോലെ തന്നെ ധരിക്കണം. ധരിക്കണം. ഇതൊക്കെയാ തിരുമേനി പറഞ്ഞു. ഏതായാലും നമ്മൾ അങ്ങനെ കുരിശ് ധരിക്കുന്നവരും വഹിക്കുന്നവരും വരയ്ക്കുന്നവരും ഒക്കെയാണ്. കുരിശാണ് ഒരു നമ്മുടെ ബേസിക് ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. ഈ കുരിശിനെ സംബന്ധിച്ച് നമുക്കറിയാം, പള്ളിയിൽ നമുക്ക് എവിടെ നോക്കിയാലും കുരിശായിരിക്കും. എന്റെ പള്ളിയിലാണെങ്കിൽ ഒരു പുറത്ത് തന്നെ ഒരു 6 കുരിശ് ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ പിന്നെ കുരിശിന്റെ ഒരു കളിയാണ്. അപ്പൊ എല്ലായിടത്തും കുരിശിനാൽ മുഖരിതമാണ് പള്ളികളൊക്കെ. എന്താണ് ഈ കുരിശിന്റെ ഒരു സിംബോളിക് അർത്ഥം എന്ന് പറയുന്നത്? ഒന്ന് പറഞ്ഞേ. ഇറ്റ്സ് എ ബേസിക് സിമ്പിൾ ഓഫ് ക്രിസ്ത്യൻ ചർച്ച് ആണ്. അത് എന്താ? ഒരു കുരിശ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കുരിശ് വിജയത്തിന്റെയും രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും സിമ്പിളാണ്. രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും ഒക്കെ സിമ്പിളാണ് കുരിശ് എന്ന് പറയുന്നത്. വളരെ നല്ല ഉത്തരമാണ്. ഒരു കുരിശ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ? നമ്മുടെ കർത്താവിന്റെ നമ്മുടെ വളരെ ശരിയാണ്, വളരെ ശരിയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, നമ്മൾ വിൽ ഫീൽ ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുക. ഒരു കുരിശുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ. അതായത് നമ്മുടെ കമാൻഡ്മെന്റ്സ്, 10 കമാൻഡ്മെന്റ്സ് കൊടുത്തപ്പോൾ, 10 കമാൻഡ്മെന്റ്സ് കൊടുത്താൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു രൂപവും ഉണ്ടാക്കരുത്, ഒന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ് പിന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ ഒരു മറുപടി ഉള്ളത്? അതായത് സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതായ യാതൊന്നും നിങ്ങൾ എന്താണ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് 4-ാം പ്രമാണമാണെന്ന് തോന്നുന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? പക്ഷേ സിംബോളിക് ആയിട്ട്. സിംബോളിക് ആയിട്ട്. അത് പക്ഷെ ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? സർപ്പത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് ദൈവം ല്ലേ ഒരു ഇതുണ്ടാക്കി കൊടുത്ത് മോശയ്ക്ക് എന്താ ഉണ്ടാക്കി കൊടുത്തേ? പിച്ചള സർപ്പം ഉണ്ടാക്കി കൊടുത്തു അല്ലേ? അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ദൈവം ഇത് ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തില് അതിന്റെ 4-ാം വാക്യത്തിലാണ് പ്രൊഹിബിറ്റിംഗ് മേക്കിംഗ് ദി ഇമേജസിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. എന്നാൽ 25-ാം അധ്യായത്തില് കർത്താവ് യഹോവയായ ദൈവം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്ന രീതിയിലൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് ഒരു കാര്യം പറഞ്ഞ ദൈവം ഇതുപോലെ തന്നെ മറ്റൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവാലയം ഉണ്ടാക്കണം, സമാഗമന കൂടാരം ഉണ്ടാക്കണം, അതിനുള്ളിൽ എന്തൊക്കെ അളവിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ദൈവം തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് നമുക്കറിയാം, ഈ ഒന്നിന്റെ ഇമേജിനല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എന്താണ്? ഇതൊരു നമുക്കൊരു സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം, ഈ കാര്യങ്ങളൊക്കെ. ഇതാരും നമ്മൾ ഒരു കുരിശിനെ, നമ്മുടെ വർഷിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ലിറ്റർജിക്കൽ വർഷിപ്പ് ആണെങ്കിൽ ഈ കുരിശിൽ അവസാനിക്കുന്നില്ല. കുരിശിന്റെ അപ്പുറത്തുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മറുവാസം എടുത്തു വെച്ച് നമ്മൾ അതിനെ വന്ദിക്കുന്നുണ്ട്, അപ്പോൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ അതിന് നമ്മൾ ആരാധിക്കുന്നില്ല. നമ്മൾ ആരാധിക്കുന്നത് ഏതാണ്? അതിനപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യത്തെ. ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഈ പറയുന്ന ഓരോ വസ്തുക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹ ആരാധന അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് നമുക്ക് ഈ ആരാധിക്കുന്ന സമൂഹത്തിന് അത് മനസ്സിലാകുകയുള്ളൂ. വിഗ്രഹം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹം എടുത്തു വെച്ച് അതിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നതിനാണ് വിഗ്രഹ ആരാധന എന്ന് പറയുന്നത്. അതാണ് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സിമ്പിൾസ് എന്ന്, പ്രതീകം എന്ന് പറഞ്ഞത്, വിഗ്രഹം നമ്മൾ അതിനെ ആരാധിക്കുകയല്ല. ഇറ്റ് ഈസ് നോട്ട് എൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. അത് നമ്മളെ മറ്റൊന്നിലേക്ക് നയിക്കുക, ജീവനുള്ള ദൈവത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട്, ജീവനുള്ള ദൈവത്തിന്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഫീൽ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ദൈവം കൽപ്പിച്ച് ആക്കി തന്നിരിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രതീകങ്ങൾ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ത്രോൺ ഹൗസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുരിശുണ്ട്. ആ കുരിശിന് ചുറ്റും എത്ര മെഴുകുതിരികളുണ്ട്? 12 മെഴുകുതിരി. ഈ 12 മെഴുകുതിരികൾ എന്തിനെ സൂചിപ്പിക്കും? നമ്മുടെ കുരിശിനെ സംബന്ധിച്ച് നമ്മളൊരു കാത്തലിക് ചർച്ചിൽ പോയി കഴിഞ്ഞാൽ ആ കുരിശിൽ എന്ത് കാണും?
ക്രൂസിഫിക്സ് കാണും. നമ്മുടെ കുരിശിൽ എന്താ ക്രൂസിഫിക്സ് ഇല്ലാത്തത് എന്തുകൊണ്ടാ? നിങ്ങൾക്കറിയാം, നമ്മള് വിശ്വസിക്കുന്നത് റെസറക്റ്റ് ചെയ്ത യേശു ക്രിസ്തുവിലാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മള് പുനരുദ്ധാനത്തിന്റെ സഭയാണ്. നമ്മൾ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലാണ് പൂർണ്ണമായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത്. എന്നാൽ ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ നമ്മൾ മറക്കുന്നൊന്നുമില്ല. അറ്റ് ദ സെയിം ടൈം കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്ന ആരാണ്? പുനരുദ്ധാനം. അതുകൊണ്ടാണ് ക്രൂസിഫിക്സ് നമ്മൾ ഉപയോഗിക്കാത്തത്. എന്നാൽ മറ്റു പല സഭകളും ക്രൂസിഫിക്സ് ഉപയോഗിക്കുന്ന സഭകളും ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതിന് ചുറ്റും മെഴുകുതിരി വെച്ചിട്ടുണ്ട്. ആ മെഴുകുതിരികൾ എന്തിനെ കുറിക്കുന്നതാ? 12 ശ്ലീഹന്മാരെ കുറിക്കുന്നത്. എന്നാൽ നമസ്കാര മേശയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുരിശിന് ചുറ്റും എത്രയുണ്ട്? 2. അതെന്താ അവിടെ 12 വെക്കാത്തത്? 2 ആണോ? തൃത്വം ആയതുകൊണ്ടാണോ? അല്ല. പിന്നെന്താ? അവിടെ 2 അല്ലേ കാണുന്നുള്ളൂ. അതെന്ത് പറ്റി അവിടെ? ക്രൂശിക്കപ്പെട്ട യേശുവും കള്ളന്മാരാണോ അത് ഇരിക്കുന്ന 2 അത് നമുക്ക് അങ്ങനെയൊക്കെ പറയാം, അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷെ അത് കള്ളന്മാരല്ല. അത് ദൂതന്മാരായിരിക്കും 2 പേരും. അതായത് ഈ കുരിശിന് ചുറ്റും നമ്മളറിയാം, ഒരു വീട്ടിൽ പോയിട്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ ഒരു കുരിശ് വെച്ച് അതിന് ചുറ്റും 2 മെഴുകുതിരികൾ സാധാരണ നമ്മുടെ ഒരു ഫോർമാറ്റ് ആണ്. അതിന്റെ അർത്ഥം നമുക്കറിയാം, സ്വർഗാരോഹണം ചെയ്ത കർത്താവ് എങ്ങനെ പോയെന്നാ പറയുന്നത്? അവിടെ പറയുന്നുണ്ട്, വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, 2 മാലാഖമാരുടെ അകമ്പടിയോട് കൂടി പോയി. തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? പോയതുപോലെ താൻ തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിസ്തുവിന്റെ ആ ഒരു എന്താണ് അവസാനത്തെ ഒരു ഇവന്റ് എന്ന് പറയുന്നത് സ്വർഗാരോഹണം. അവസാനത്തെ ഇവന്റിൽ ക്രിസ്തു എങ്ങനെ പോയോ അത് കാണാനും എങ്ങനെ വരുന്നുവോ അതിനെയും സൂചിപ്പിക്കുന്നു. ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ എന്താണ് അങ്ങോട്ടുള്ള പോക്കും ഇങ്ങോട്ടുള്ള പോക്കും 2 ഒരുപോലെ ദ്യോതിപ്പിക്കുവാനായിട്ടാണ് ഒരു കുരിശും 2 ദൂതന്മാരുടെയും വെച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ സഭാപിതാക്കന്മാരൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ മെഴുകുതിരി എന്തിന്റെ ഒരു സൂചനയാണ്? മെഴുകുതിരിയിൽ നിന്ന് എന്താ നമുക്ക് ലഭിക്കുന്നത്? പ്രകാശം ലഭിക്കും. അതിന്റെ അർത്ഥം എന്താണ്? വെളിച്ചമാണ്. വേദപുസ്തകത്തിൽ എന്താ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നുള്ളതാണ്. വെളിച്ചത്തിൽ നടക്കുവാനാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ ഒരു 2 മെഴുകുതിരി കത്തി നിൽക്കുമ്പോൾ അതെന്താണ്? വെളിച്ചമാണ് എന്നുള്ള, വെളിച്ചം ക്രിസ്തുവാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ദേവാലയം തന്നെ ഒരു പ്രതീകമാണ്. ഇത് നോഹയുടെ പെട്ടകമായിട്ടും അങ്ങനെ പലതരം ഇന്റർപ്രിട്ടേഷൻസ് അതിനുണ്ട്. ഇത് കാണാൻ സാധിക്കും. ഒരു ദേവാലയത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മദ്ബഹയുണ്ട്. ഞാൻ പറയും 4 ഭാഗങ്ങളുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞത് 4 ഭാഗങ്ങൾ. വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, പ്രാകാരം. പാതാളം അങ്ങനൊരു സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. പ്രാകാരം. ഓക്കെ ശരി, പ്രാകാരം. അപ്പൊ മദ്ബഹയുണ്ട്. പിന്നീട് അഴിക്കകം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അല്ലെ? ചെറിയ നമ്മുടെ നമസ്കാരമൊക്കെ നടത്തുന്ന സ്ഥലത്തിനാണ് അഴിക്കകം എന്ന് പറയുന്നത്. ഖെസ്തുമോ എന്നാണ് അതിന് സിറിയക്കിൽ പറയുന്നത്. മദ്ബഹോ എന്നുള്ളത് ആണ് ആദ്യത്തെ സ്ഥലം, മദ്ബഹ, വിശുദ്ധ മദ്ബഹ. അതിനുശേഷം ഖെസ്തുമോ എന്ന് പറയുന്നത് അഴിക്കകം. പിന്നെ ഹൈക്കലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈക്കല എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഹൈക്കല എന്ന് പറയുന്നത്. പിന്നീട് ദൊർത്തോ അല്ലെങ്കിൽ കോർട്ടിയാർഡ്, നമ്മൾ ഫോയർ എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനത്തിന് ദൊർത്തോ എന്നാണ് സിറിയക്ക്. ഇതൊക്കെ സിറിയക്ക് വേർഡുകളും ഒക്കെയാണ്. ഈ മദ്ബഹോ എന്ന വേർഡ്, അതുപോലെ തന്നെ അഴിക്കം, ഖെസ്തുമോ, ഹൈക്കല ആൻഡ് ദർത്തോ, ഈ 4 കാര്യങ്ങളാണ് സിറിയക്ക് വേർഡുകളാണ് നമ്മുടെ ഒരു ദേവാലയത്തിലുള്ളത്. മദ്ബഹോ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശുദ്ധമായ സ്ഥലത്തിനാണ് മദ്ബഹ എന്ന് പറയുന്നത്. മദ്ബഹയെ സംബന്ധിച്ച് നമ്മൾ ബലി അർപ്പിക്കുന്ന സ്ഥലത്തിനാണല്ലോ മദ്ബഹ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലും ചോദിച്ചു എന്തെങ്കിലും ഇല്ല. മദ്ബഹയില് നമുക്കറിയാം, മദ്ബഹയാണ് ബലി അർപ്പിക്കുന്ന സ്ഥലം. അതിനെ എന്തുകൊണ്ട് മൂടും? നമ്മള് മൂടും. ഒരു തിരശ്ശീല ഇട്ട് നമ്മൾ അതിനെ മൂടും. എന്തുകൊണ്ട് അങ്ങനെ മൂടുന്നത്? അത് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ കബറിടം മൂടിയത് കൊണ്ടാണോ? തമ്മിൽ
വേർതിരിക്കും. വ്യത്യാസം. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അതിവിശുദ്ധ വ്യത്യാസം അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ അതെ, സ്ഥലമായതുകൊണ്ട് പഴയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്തെ ഒരു തിരശീല കൊണ്ട് മൂടിയതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തില് അങ്ങനെ എന്തിനാ മൂടുന്നത് നമ്മൾ? കന്യമറിയാം സ്വർഗവും ഭൂമിയുമായിട്ട് നമുക്ക് അങ്ങനെ കന്യാമറിയാമിലേക്ക് അധികം പോണ്ട. സ്വർഗവും സ്വർഗവും ഭൂമിയും തമ്മിൽ വ്യത്യാസം. പ്രാക്ടിക്കൽ റീസൺസും ഉണ്ട്, അതുപോലെ തന്നെ തിയോളജിക്കൽ റീസൺസും ഉണ്ട്. അതിന് പ്രാക്ടിക്കൽ റീസൺ എന്ന് പറയുന്നത് ഹോളി ഓഫ് ഹോളീസ് ആണ്. അതിനെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട. എല്ലാവർക്കും തോന്നുന്ന പോലെ അങ്ങോട്ട് ഓടിക്കേറാനുള്ളതല്ല ഈ സ്ഥലം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഒരു വ്യത്യാസം അതിന് കാണിക്കുക. ഇപ്പൊ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, കുറച്ച് ഉയർന്നാണ് ഇതിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് തിരശീലയും ഒക്കെ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റൊരു റീസൺ, ഈ കർത്താവിന്റെ മരണത്തിന് ശേഷം തിരശീല മാറിപ്പോയി എന്ന് അവിടെ കാണിക്കും. തിരശീല അടി മുതൽ 2000 കാണിക്കുന്നില്ലേ? ഇത് നമ്മൾ ആരാധനയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ ആരാധനയിൽ നമുക്ക് ഇതെല്ലാം പ്രതീകമായിട്ട് കാണിക്കണം. അതിന് തിരശീല ആവശ്യമാണ്. തിരശീല ഇല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം ആരാധനയുടെ ഒരു ഭാഗത്ത് ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലുമ്പോൾ തിരശീല മാറുന്നുണ്ട്, അല്ലേ? അപ്പോൾ സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവത്തിന്റെ സ്ഥലം അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മളെ യോഗ്യരാക്കുക. അപ്പൊ ആരാധനയിൽ തിരശീല മാറുന്നതിനൊക്കെ ഓരോ സ്ഥാനത്തും ഓരോ സ്ഥലത്തും ഓരോ സമയത്തും ഓരോ അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് തിയോളജിക്കലി ഒരു തിരശീല അവിടെ ഇട്ടിരിക്കുന്നത്. അതുപോലെ പ്രാക്ടിക്കൽ പർപ്പസും ഉണ്ട്, അതുപോലെ തന്നെ തിയോളജിക്കൽ പർപ്പസും ലിറ്റർജിക്കൽ പർപ്പസും ഒക്കെ ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ മദ്ബഹായിൽ നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? പ്രധാനമായിട്ടുള്ള കാര്യം ത്രോണോസ് അല്ലേ? ഈ ത്രോണോസ് എന്തിനെ കുറിക്കുന്നതാ? ഗോകുൽത്തായുടെയും കർത്താവിന്റെ കബറിടത്തെ. അതെ, അതൊരു ത്രോണോസ് എന്ന വാക്ക് ഒരു ഗ്രീക്ക് വാക്കാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് സിംഹാസനം. സിംഹാസനം എന്നുള്ളതാണ്. ത്രോൺ എന്ന് പറഞ്ഞാൽ സിംഹാസനം നമുക്കറിയാം. ത്രോണോസ് ആരുടെ സിംഹാസനം? അത് കർത്താവിന്റെ സിംഹാസനമാണ് എന്ന് നമുക്ക് അറിയാം. അതായത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിന് എന്ന് അവിടെ പറയുന്നുണ്ട്. ഹൈ ആൻഡ് എക്സാൾട്ടഡ്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഉയർത്തി ഇത് വെക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. രണ്ടാമതായിട്ട് പിന്നെ അത് എന്തിനെ കുറിക്കുന്നതാ? കർത്താവ്, നിങ്ങൾ പറഞ്ഞ കർത്താവിന്റെ ടൂംബ് ഓഫ് അവർ ലോർഡിനെ കുറിക്കുന്നതാണ്. മൂശ ബർക്കീഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്താണ്? വേറൊരു അർത്ഥം കൂടി ഉണ്ട്, ട്രീ ഓഫ് ലൈഫ്. ട്രീ ഓഫ് ലൈഫിനെ കുറിക്കുന്നതാണ്. അതുപോലെ ഗോകുലത്തെ കുറിക്കുക. അങ്ങനെ പല അർത്ഥങ്ങളും ഇന്റർപ്രിട്ടേഷനും ഒക്കെ ത്രോണോസിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ത്രോണോസിന്റെ ഒരു സാധാരണ ത്രോണോസ് ഒരു ടൂമ്പിന്റെ വലിപ്പമായിരിക്കും. ഒരു 6 ഫീറ്റ് നീളവും അതുപോലെ തന്നെ ഒരു 4 ഫീറ്റ് ഈ പറയുന്ന ഉയരവും അതുപോലെ തന്നെ 3 ഫീറ്റ് അതിന് ഇത് വിട്ടും ഒക്കെ ഉണ്ടാകും. അങ്ങനെ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് കൈൻഡ് ഓഫ് ത്രോണോസ് അങ്ങനെയായിരിക്കും. ചില വലിയ ത്രോണോസുകളും ഉണ്ട്. ത്രോണോസിന്റെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വേറെ എന്തുണ്ട്? ദർഗ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പടി എന്നാണ് എന്റെ അർത്ഥം. ദർഗ എന്ന് പറഞ്ഞാൽ അതായത് പുരോഹിതന് ബലിയർപ്പിക്കുന്ന പുരോഹിതന് കയറി നിന്ന് ബലിയർപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ദർഗ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മറ്റുള്ള ചില സഭകളൊക്കെ, റോമൻ കത്തോലിക്ക സഭയൊക്കെ റിലിക്സുകൾ, വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പൊക്കെ ത്രോണോസിന്റെ അടിയിൽ വെക്കാറുണ്ട്. നമ്മൾ സാധാരണ ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെ റിലിക്സ് ഒന്നും വെക്കാറ് ഇല്ല. പതിവ് നമുക്ക് ഇല്ല. പിന്നീട് ത്രോണോസ് കഴിഞ്ഞാൽ പിന്നീട് ത്രോണോസിൽ വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനെന്താ പേര് പറയാൻ അറിയോ? തബലൈറ്റ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? മൂവിംഗ് ഓൾട്ടർ, ടേബിൾ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. ഒരു മിനി ത്രോണോസ് ആണ് അത്. അതിന് 18 ഇഞ്ച് ലോങ് ആയിരിക്കും. അതിന് 12 ഇഞ്ച് ബ്രെഡ്ത്ത് ഇതുണ്ടാവും, ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് തിക്നെസ്സും ഉണ്ടാവും. ഇത് എന്തിനാന്നുള്ള കാര്യം നമുക്ക് അറിയാം. കാരണം ഇത് സാധാരണ ഒരു മെത്രാപ്പോലിത്തയാണ് ഇത് ഈ ത്രോണോസ് ഈ തബലൈത്ത കൂദാശ ചെയ്യുന്നത്. അപ്പോൾ മെത്രാപ്പോലിത്ത കൂദാശ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മെത്രാപ്പോലിത്തയും പാരീഷും തമ്മിലുള്ള ബന്ധത്തെ ഒന്നാമതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തബലൈത്ത നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് മർക്കോസിന്റെ മാളികയിൽ ഒരു ടേബിളിലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. മരത്തിന്റെ ടേബിള്. അതുകൊണ്ടാണ് പലപ്പോഴും മരമായിട്ടും അതുപോലെ തന്നെ കല്ലിന്റെ ആയിട്ടും മാർബിളായിട്ടും ഒക്കെ ഇത് വെക്കുന്നത്. ഈ മെത്രാപ്പോലിത്തയുമായിട്ടുള്ള ബന്ധം അത് കാണിക്കും. കാരണം ഒരു മെത്രാപ്പോലിത്തയെ കൂദാശ ചെയ്ത് അത് ഈ ഡയസിസിലുള്ള എല്ലാ
മറ്റ് ദേവാലയങ്ങളിലും അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെത്രാപ്പൊലീത്തയും ഈ പറഞ്ഞ പാരീഷ് എന്നുള്ള ബന്ധത്തെയാണ് കുറിക്കുന്നത്. ഇതുപോലെ തന്നെ മെത്രാപ്പൊലീത്തയും പാരീഷ് എന്നുള്ള ബന്ധത്തെ കുറിക്കാൻ മറ്റൊന്നുള്ളത് നമ്മൾ ഒന്നാം തുദ്ദലിൽ മെത്രാപ്പൊലീത്തയുടെ പേര് ഓർക്കും, അല്ലെ? പേര് ഓർക്കും, ബാവയുടെ പേരൊക്കെ ഓർക്കും. ഇതൊക്കെ ഒരു ബന്ധത്തെ കുറിക്കുവാനായിട്ട് ഉള്ളതാണ്. പോകട്ടെ. അതിനുശേഷം നമുക്ക് മദ്വായിൽ പിന്നെ എന്താ ഉള്ളത്? ക്രോണോസ് ഉണ്ട്, ഈ പറയുന്ന ദർഗയുണ്ട്, തബിലത്തയുണ്ട്, ഏവങ്കേലിയം മേശ മേശ ഉണ്ട്. ഏവങ്കേലിയം മേശ നമ്മൾ പ്രധാനമായിട്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജീവന്റെ വചനങ്ങൾ വെക്കാനായിട്ട്, ജീവന്റെ വചനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ജീവന്റെ വചനം വെക്കാൻ വേണ്ടി വെക്കും. അത് ചില സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എന്താണ് റൈറ്റ് സൈഡിൽ തെറ്റുഭാഗത്തിരിക്കും, ചിലത് വലത്തു ഭാഗത്തിരിക്കും. അതിനൊക്കെ അതിൻ്റെതായ അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് സഞ്ചരിക്കില്ല. സാധാരണ സുറിയാനി സഭയിൽ ഈ മദ്വായിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സെൻട്രലിലാണ് സാധാരണ ഈ പറഞ്ഞ ഏവങ്കേലിയോൻ മേശ വെക്കുന്നതായിട്ട് കാണുന്നത്. സെൻട്രലിലാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ വേദപുസ്തകം വെച്ചിരിക്കും. അത് മുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ദേവാലയത്തിന്റെ ഉള്ളിലേക്ക്, അതായത് മദ്വായിലേക്ക് പ്രവേശിക്കുന്നത്. പോട്ടെ. അതിനുശേഷം തബലയത്തിൽ നമ്മൾ എന്താ വെക്കുന്നത്? കാസായും പീലാസായും കാസായും പീലാസയും, ചാലേസ് ആൻഡ് പാറ്റേൺ എന്ന് പറയില്ലേ? കാസയും പീലാസയും വെക്കും. അതിന് ഏതിലാണ് നമ്മൾ വീഞ്ഞു പകരുന്നത്? കാസയിൽ വീഞ്ഞു പകരും. പീലാസയിൽ എന്താ വെക്കുന്നത്? അപ്പം വെക്കും. ഈ വീഞ്ഞിനും അപ്പത്തിനും ഒക്കെ ഇതൊക്കെ പ്രതീകങ്ങളാണ്. സാധാരണ ഒരു അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പം ഉണ്ടാക്കുന്നത് എന്തൊക്കെയാ അതിന്റെ ഐറ്റംസ് അറിയും? ഗോതമ്പ്, പിന്നെന്താ ഉപ്പ് വേണം, ഉണ്ടാവും, എണ്ണ വേണം, ഒലിവെണ്ണ, പിന്നെ പുളിപ്പ്. പുളിപ്പ്. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് പലപ്പോഴും അപ്പം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഓരോന്നിന്റെ പ്രതീകങ്ങളാണ്. അതായത് ഗോതമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിൽ നിന്ന് നിൽക്കുന്ന ഒരു ഫലം. ഇത് ഭൂമിയെ കുറിക്കുന്നു. വെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെന്താ ചേർക്കുന്നത്? അതിനകത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട്, അല്ലേ? ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് അഗ്നിയുടെ ഒരു പ്രതീകമായിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന അതിനെന്താ പറഞ്ഞ പഞ്ചഭൂതങ്ങളില്ലേ? അതായത് ഒരു ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങളുടെ മുഴുവനായിട്ടുള്ള ഒരു ഇത് എന്താണ്? പ്രോഡക്റ്റ് ആണ് അപ്പം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുളിപ്പ് എന്തിനാ കുറിക്കുന്നത്? പുളിപ്പ് ലൈഫിനെയാ കുറിക്കുന്നത്, അല്ലെ? അത് നമുക്കറിയാം, കുറച്ച് പുളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് വളരും, വികസിക്കും. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യത്തെയാണ് കുറിക്കുന്നത്. അതുപോലെ തന്നെ ജീവന്റെ അവസ്ഥ, നമ്മള് ജീവനുള്ള അപ്പം, അതാണ് ജീവന്റെ അപ്പമാണല്ലോ നമ്മള് കർത്താവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പുളിപ്പ് കുറിക്കുന്നു. പിന്നീട് എണ്ണ ഉണ്ട്. എണ്ണയും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് അഗ്നിയുടെയും അതുപോലെ തന്നെ ഉള്ള പ്രതീകങ്ങളായിട്ടാണ് കുറിക്കുന്നത്. ഏതായാലും അങ്ങനെ അപ്പം ഉണ്ടാക്കും. വീഞ്ഞുണ്ടാക്കുന്നതും നമുക്കറിയാം, മുന്തിരിങ്ങ എടുത്ത് പിഴിഞ്ഞെടുത്ത് അതിനുശേഷം അത് ഫെർമെന്റ് ചെയ്തൊക്കെയാണ് വീഞ്ഞ് ആയിട്ട് മാറുന്നത്. ഈ വീഞ്ഞും അതുപോലെ തന്നെ വീഞ്ഞ് മാത്രമല്ല നമ്മൾ വിശുദ്ധ കുർബാന ഉപയോഗിക്കുന്നത്. എന്താണ്? വീഞ്ഞും വെള്ളവും സമാസമം അതിന്റെ അർത്ഥം എന്ന് അറിയൂ? തിരുവിലാവിൽ നിന്നുള്ള രക്തവും വിയർപ്പും, രക്തവും വെള്ളം. അത് ഒന്നാമത്തെ ഒരെണ്ണം. വീണ്ടും വേറൊരു ഞങ്ങള് ഇത് രണ്ടും പകരുമ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. എന്താണെന്നറിയോ? കർത്താവെ, നിന്റെ മനുഷ്യത്വവും ദൈവത്വവും സംയോജിച്ചതുപോലെ ഈ വീഞ്ഞിനെയും വെള്ളത്തെയും സംയോജിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാസിയിലേക്ക് വീഞ്ഞ് ഒഴിക്കുന്നത്. അപ്പോൾ അതും ഒരു അർത്ഥമാണ്. കർത്താവിന്റെ ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെ സമമായി യോജിച്ച്, കാരണം യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കറുപ്പില്ലാതെ കാണാൻ പറ്റും. നമുക്ക് വീഞ്ഞിന്റെ കളറിലേ കാണാൻ പറ്റും. വെള്ളവും ഇതും ഏതാണ്ട് സെപ്പറേറ്റ് തിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ വിശ്വാസത്തിന്റെ ഡോക്ടറിന്റെ ഒരു പ്രഘോഷണം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. പലപ്പോഴും ഈ പ്രതീകങ്ങൾ എന്ന് പറയുന്നത് വീഞ്ഞും അപ്പം ഒക്കെ ഒരു പ്രതീകമാണ്. ഇവിടെ എല്ലാം ഡോക്ടറിന്റെ പ്രഘോഷണം കൂടി നടക്കുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും നമ്മൾ എന്താ പറയുക? ഈ അപ്പവീഞ്ഞങ്ങൾ ഒരുക്കി വെച്ചിട്ട് അതിനെ എന്താ ചെയ്യുന്നത്? പിന്നീട് മൂടി വെക്കുന്ന കാര്യത്തിന് എന്താ പറയുന്നത്? ഒരു പേര് പറയൂ, എന്താ പറയാന്നറിയോ? ചോശപ്പയാണോ? ചോശപ്പ മൂടി വെക്കും. പക്ഷെ വേറൊരു കാര്യം കൊണ്ട് കബിലാന എന്നുള്ള പേരാണ് പറയുന്നത്. കബിലാനോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹൂഫോയോ എന്നാണ് അതിന് സിറിയക്ക് പറയുക. അതിന്റെ അർത്ഥം കവർ എന്നാണ്. ഹൂഫോയോ എന്ന് പറഞ്ഞാൽ കവർ എന്നാണ് പറയുന്നത്. കബിലാനോ എന്ന് പറഞ്ഞാൽ റിസെപ്റ്റബിൾ. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്താണ്? റിസെപ്റ്റബിൾ ഇങ്ങനെ വെച്ചിട്ടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് റിസെപ്റ്റബിൾ എന്നുള്ള വാക്ക്. കബിലാനോ എന്ന് പറഞ്ഞാൽ റിസെപ്റ്റബിൾ, സ്വീകരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. അങ്ങനെ അതിൽ നിന്നാണ് കബിലാനോ എന്നുള്ള വാക്ക് വന്നത്. ഹൂഫോയോ എന്ന് വെച്ചാൽ കവർ എന്ന് വെച്ചാൽ ഇങ്ങനെ മൂടി വെക്കുന്നതുകൊണ്ടാണ് ഹൂഫോയോ എന്നുള്ള പേരും അതിന് ഉപയോഗിക്കാറ് ഉണ്ട്.
അതെല്ലാം നമുക്കറിയാം. ഒരു ക്ലൗഡ് വന്ന് ഇതിനെ ആവസിച്ചു എന്നല്ല പറയുന്നില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ശോശാഫ എന്നുള്ള ഇതുണ്ട്. ഇങ്ങനെ അനോഫോറോ എന്നാ പറയുന്നത്. ശോശാഫ എന്തിനെ കുറിക്കുന്നതാ? പരിശുദ്ധാത്മാവിനെ മാതാവിനെ സിംബോളിക് ഓഫ് മാതാവിനെ ഡിവൈൻ പ്രസൻസ് ഓർ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വത്തെ മറ്റേ ചിത്രീകരിക്കുന്നതാണ് ശോശാപ്പ കൊണ്ട് മൂട്. ശോശാപ്പ കൊണ്ട് മൂടുന്നത് ആ മൂടുമ്പോൾ ചൊല്ലുന്ന മൂടല്ല, ആ മൂടി എടുക്കുമ്പോൾ ശോശാപ്പ എങ്ങനെ എടുത്ത് ആഘോഷിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ പറയുന്നത് കർത്താവേ, ഈ മോശ ഇസ്രായേൽ മക്കൾക്ക് പാറയിൽ അടിച്ച് വെള്ളം കൊടുത്തില്ലേ, 12 നീരുറവകൾ ഒരുക്കി വെള്ളം കൊടുത്തില്ലേ, അതുപോലെ കർത്താവിന്റെ കബറിങ്കിൽ വെച്ച പാറയായിട്ടാണ് അതിനെ കുറിക്കുന്നത്. അപ്പോൾ ശോശാപ്പയെ സംബന്ധിച്ച് കർത്താവിന്റെ കബർ മൂടി വെച്ച ശോശാപ്പയായിട്ടും ഇത് കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്ഷകന്റെ കബറെങ്കിൽ വെച്ച കല്ലായിട്ടും മൂടി വെച്ച കല്ലായിട്ടും ഒക്കെ ഇതിനെ കുറിക്കുന്നുണ്ട് ശോശാപ്പയെ. എന്നാൽ മഹത്വത്തിന്റെ ഒരു അടയാളമായിട്ടും സൂചിപ്പിക്കുന്നത്. പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കുറിക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രമല്ല, ഒരു സിമ്പിളിനെ ഒന്നായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റത്തില്ല. ഇത് ദൈവ സാന്നിധ്യവും ദൈവ മഹിമയുമായിട്ട് കുറിക്കാം. അതുപോലെ തന്നെ രക്ഷകന്റെ കബറെങ്കിൽ മൂടിവെച്ച കല്ലായിട്ട്, ആ കല്ലെടുക്കുന്നതാണ് ശോശാപ്പ എടുത്ത് ആഘോഷിക്കുക. അപ്പോൾ അവിടെ രഹസ്യങ്ങൾ വെളിവായിട്ട് വന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം വെച്ചാ മൂടി വെക്കുന്നത്. അതായത് പീലാസിൽ അപ്പം വെച്ചിട്ട് വേറെ ഒരു കൗക്കുബോ എന്ന് പറയുന്ന സാധനമുണ്ട്, സ്റ്റാർ. നിങ്ങൾ കണ്ടു കാണും. ആ സ്റ്റാർ വെച്ചിട്ടാണ് എല്ലാം മൂടി വെക്കുന്നത്, കൗക്കുബോ എന്ന് പറഞ്ഞു. വീണ്ടും വേറൊരു സാധനമുണ്ട്, നിങ്ങൾക്ക് എടുത്ത് ദാമോദോസെ കുശിനും ഒരു വേറൊരു സാധനം കൂടെ ഉണ്ടാവും. സ്പൂൺ എന്ന് പറയുന്ന പേര് തർവോദോ എന്നാണ്. തർവോദോ എന്ന് പറയുന്നത് തോങ്. അതായത് ഈ യെശയ്യാ പ്രവാചകർ എന്ത് വെച്ചിട്ടാ വിശുദ്ധ കുർബാന കൊടുത്തത്? ആ ഒരു കുടിൽ എന്നുള്ള തോങ് എന്ന് പറയുന്ന ആണ് സ്പൂൺ അഥവാ തർവോദോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഗുമുർത്തോ എന്നുള്ള ാണ് ഈ പറയുന്ന സ്പോഞ്ച്. അത് നമ്മളെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ആരെങ്കിലും ഇതൊക്കെ തട്ടിയാലെന്ന് തുടയ്ക്കാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് സാധാരണ. പിന്നീട് വേറൊരു കാര്യം കൂടെ ഉണ്ട്, കൈ കഴുകാനുള്ള ഒരു ചെറിയ പാത്രം കൂടി അവിടെ വെച്ച് കാണും ക്രോണോസിൽ. അതിന്റെ പേര് ശംശോനീസോ, ശുശ്രൂഷക്കാരി എന്നാ പറയുന്നത്. അപ്പോൾ വിശുദ്ധ മദ്ബഹായില് ആകെ എന്താ പറയുക, ഒരു വിമൻ പ്രസൻസ് ഉള്ളത് ഇത് മാത്രമാണ്. ശുശ്രൂഷക്കാരൻ എന്നവരല്ല പറയുന്നത്, ശുശ്രൂഷക്കാരി എന്നുള്ള പേരാണ് അതിന് പറയുന്നത്. അപ്പോൾ വിമൻ പ്രസൻസ് നമ്മുടെ ഓൾട്ടറിലുണ്ട്. അതാണ് അവിടെ ഇരിക്കുന്ന ചെറിയ ഒരു പാത്രം കണ്ടിട്ടില്ലേ, ആ പാത്രം അതാണ് ശുശ്രൂഷക്കാരി എന്നുള്ള പേരാണ്. ശംശോനീഥോ എന്നുള്ള പേരാണ്, ശംശോനോ എന്നുള്ള പേരല്ല പറയുന്നത്, ശംശോനീഥോ എന്ന് പറയുന്ന പേരാണ്. പിന്നീട് മദ്ബഹായിലുള്ള ഒരു കാര്യം എന്താണ്? മർവാസ് എന്തിനെ കുറിക്കുന്നതാ? മാലാഖമാരെ ഏതൊക്കെ മാലാഖമാരെ കുറിക്കുന്നേ? സാറാഫുകളെയും ചെറൂബിനെയും സറാഫും അതുപോലെ തന്നെ സെറാഫും അവരെയൊക്കെ കുറിക്കുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആരെ കാണുന്നത്? സെറാഫിൻ. അവരെങ്ങനെയാണ് ചിറകുകളൊക്കെ വീശിക്കൊണ്ട് അതാണ് ഒരു മാലാഖമാരുടെ ഒരു വിങ്സ് ഓഫ് ഇതാണ് അവിടെ കാണിക്കുന്നത്. മാലാഖമാരുടെ ഒരു ആനന്ദ നൃത്തം എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ മൂവ്മെന്റ് ആണ് ഈ ഇത് കാണിക്കുന്നത്. ഏഞ്ചൽസ് ആർ ഫ്ലൈയിങ് എന്നാ പറയുന്നത്, ഏഞ്ചൽസ് ആർ ഫ്ലൈയിങ് എന്ന് പറയുന്നു. 4-ാം നൂറ്റാണ്ട് വരെ പീക്കോക്കിന്റെ ഫെതറൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് മെറ്റാലിക്കിലേക്കൊക്കെ നമ്മൾ മാറിയത് റീസെന്റ് ആയിട്ട്. ഇതുവരെയും ലഭിച്ചിരുന്ന അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീശിയിരുന്നു. പോട്ടെ, ഏതായാലും അതിനുശേഷം ബ്രെഡും വൈനും ഒക്കെ ഒരുക്കി വെച്ചു. അതിനുശേഷം ഇതുണ്ട്. പിന്നെ എന്താ ഉള്ളത് മദ്ബഹായിൽ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ചെറുമണി. അതെന്തിനെ കുറിക്കുന്നു? ധൂപക്കുറ്റി സ്വർഗത്തിന്റെയും ഭൂമിയെയും കാണിക്കുന്നുണ്ട്. ധൂപക്കുറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധൂപക്കുറ്റിയില് എത്ര ചങ്ങലകളുണ്ട്? 4 ചങ്ങലകൾ എന്തിനെല്ലാം കുറിക്കുന്നു? പിതാവ് പുത്രൻ രണ്ട് പുത്രനെയും പിതാവിനെയും കൂടെ ഒന്നിച്ചുള്ള ഒരു ഇത്. പിന്നെ മൂന്നാമത്തെ പരിശുദ്ധ റൂഹായും കുറിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് പട്ടക്കാരൻ ധൂപക്കുറ്റി വാഴ്ത്തുമ്പോൾ ആദ്യം ഒരു മണിയിൽ പിടിച്ചിട്ട് അതായത് പിതാവിനെ പുകഴ്ത്തും. പിന്നീട് 2 പിടിച്ചിട്ടാണ് പുത്രനെ. അതായത് എന്തുകൊണ്ടാണ് 2 പിടിക്കുന്നത്? ദൈവത്വവും മനുഷ്യത്വവും. യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും സൂചിപ്പിക്കാനാണ്. പിന്നെ പരിശുദ്ധ റൂഹായും പിടിച്ചിട്ടാണ് പരിശുദ്ധൻ എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ എത്ര പ്രാവശ്യം ഇങ്ങനെ ഈ ദൈവത്തിന്റെ പരിശുദ്ധി ഘോഷിക്കുന്നുണ്ട്? 3 പ്രാവശ്യം.
എപ്പോഴൊക്കെയാ അത്? ആദ്യം ദൈവമേ അങ്ങ് ആദ്യം പരിശുദ്ധനാകുന്നു. മനസ്സിലാക്കിയോൾ, പിന്നീട് ഹോളി ഹോളി ധൂപക്കുറ്റി ഹോളി. വാഴ്ത്തുമ്പോൾ, പിന്നീട് എപ്പോഴാ? ആ, ഒരു സമയത്ത് കൂടി നമ്മള് പട്ടക്കാരൻ, മറ്റു ജനങ്ങള് ഒത്തിരി ചൊല്ലുന്നുണ്ട്, പട്ടക്കാരൻ കുക്കുലിയൻ സമയത്താണോ? കുക്കുലിയൻ അതിന് മുമ്പ് അതിന് മുമ്പ്. മുന്നേ. എപ്പോഴാ രഹസ്യങ്ങൾ എടുത്ത് ഉയർത്തിക്കൊണ്ട് എന്താ പറയുന്നത്? ഓക്കെ. അതിനുശേഷം രഹസ്യത്തിൽ പിതാവ്, പരിശുദ്ധ മൂന്ന് പേർക്കും പറയുന്നില്ലേ, പരിശുദ്ധൻ ഉം. ഇല്ല എന്ന് പറയുന്നില്ലേ? Yeah. ആ സമയത്ത് അങ്ങനെ 3 പ്രാവശ്യം ആഘോഷിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധി ആഘോഷിക്കുന്നുണ്ട്, ദൈവത്തെ പുകഴ്ത്തുന്നുണ്ട്, നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ധൂപക്കുറ്റി അങ്ങനെയാണ്. ധൂപക്കുറ്റിയുടെ മേൽത്തട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്വർഗ്ഗത്തെ സൂചിപ്പിക്കുന്നു. അടിത്തട്ടോ ഭൂമി. ഭൂമി. പിന്നെ കരി എന്തിനെ സൂചിപ്പിക്കുന്നു? പാപികളെ പാപികളെ സൂചിപ്പിക്കുന്നു. പാപഭംഗരമായ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. അതിനുള്ള അഗ്നിയോ അഗ്നി പരിശുദ്ധാത്മാവിനെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. ഉയരുന്ന പുകയോ എന്തിനെ സൂചിപ്പിക്കുന്നു? സ്വർഗത്തിലേക്ക് ഉയരുന്ന പ്രാർത്ഥന. പ്രാർത്ഥനയെ കുറിക്കുന്നു. മേലോട്ട് സുഗന്ധവർഗ്ഗങ്ങൾ മേലോട്ട്. സുഗന്ധവർഗ്ഗം നമ്മൾ അർപ്പിക്കുന്നതല്ലേ? അർപ്പിക്കുന്ന സുഗന്ധവർഗ്ഗം അത് പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു, അപേക്ഷയെ സൂചിപ്പിക്കുന്നു, നമ്മുടെയൊക്കെ അപേക്ഷയെ സൂചിപ്പിക്കുന്നു. അതായത് ഈ ധൂപക്കുറ്റി വീശി നിങ്ങളുടെ ഇടയിലേക്കൊക്കെ വരുമ്പോൾ സാധാരണ നിങ്ങൾ എന്താ ചെയ്യുന്നത്? കുരിശ് വരയ്ക്കും. കുരിശ് വരച്ചിട്ട് ഓടിക്കോ? ഇല്ല. പിന്നെന്ത് ചെയ്യും? സ്വീകരിക്കില്ല. ധൂപം സ്വീകരിക്കും. സാധാരണ നമ്മുടെ പിതാക്കന്മാർ പറയുന്നുണ്ട്, അത് ഓരോ സമയത്തും ഓരോ അർത്ഥങ്ങളാണുള്ളത്. അതായത് ദൈവത്തിന്റെ കൽപ്പന മനുഷ്യരുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഓരോ ധൂപാർപ്പണം എന്ന് പറഞ്ഞത്. അത് നമ്മൾ സ്വീകരിക്കണം. എന്നിട്ട് നമ്മുടെ അപേക്ഷകൾ തിരിച്ചു കൊടുക്കണം. അപേക്ഷകൾ പട്ടക്കാരന്റെ അടുക്കൽ കൊണ്ട് ശുശ്രൂഷക്കാരൻ കൊടുക്കും. അത് മേലോട്ട് ഉയരും. ഇതാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഈ ധൂപക്കുറ്റി വീശൽ കൂടി നടക്കുന്നുണ്ട് നമ്മുടെ പിതാക്കന്മാര് പറയുന്നു. പിന്നീട് എന്താ നമുക്കുള്ളത് പള്ളിയിൽ? പിന്നെ ചെറുമണികൾ പറഞ്ഞു. ചെറുമണികൾ എന്തിനെ സൂചിപ്പിക്കുന്നു? അതും ആരെ സൂചിപ്പിക്കുന്നു? മാലാഖമാരുടെ ചെറിയ കുട്ടിമാലാഖമാരൊക്കെ ഉണ്ടാകത്തില്ലേ, അവരെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ മധുബായില് നമ്മൾ കുറെ പ്രതീകങ്ങൾ കണ്ടു. ഈ പ്രതീകങ്ങളൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. എന്നാൽ പുറത്തുള്ളവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ ഈ ആരാധനയിൽ അലിഞ്ഞുചേരുകയാണ്. ഈ പ്രതീകങ്ങളിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു മാലാഖമാർ അവിടെ നിന്നിട്ട് ഇങ്ങനെ ആർത്തട്ടഹസിക്കുക, പറക്കുക എന്നൊക്കെ പറയാൻ പറ്റും? നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് കാണിക്കുമ്പോൾ അറിയാം മാലാഖമാരുടെ സാന്നിധ്യം ഈ ആരാധനയിൽ ഉണ്ട്. മണിയടി ഒച്ച കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതുണ്ട്. ധൂപം ഉയരുമ്പോൾ നമുക്കറിയാം ഇതാ ദൈവത്തിന്റെ കൽപ്പനയും നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഉയരുന്നു. അങ്ങനെ നമ്മുടെ ആരാധനയെ സമ്പുഷ്ടമാക്കുന്നതാണ് പ്രതീകങ്ങൾ എന്ന് പറയുന്നത്. ഒരു കുരിശ് കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നുന്നു? എന്തെല്ലാം വികാരങ്ങളാണ് വരുന്നത് കുരിശ് വരുമ്പോൾ. അതെല്ലാം ആരാധനയെ സമ്പുഷ്ടമാക്കുവാനാണ് ആരാധനയിൽ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഇനിയും ആരാധന വസ്ത്രത്തെ കുറിച്ചുകൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. ആരാധന വസ്ത്രങ്ങൾ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലെ? വെസ്റ്റ്മെന്റ് ഓഫ് ദ പ്രീസ്റ്റ്, അതിനെ കുറിച്ച് പറയാം. നിങ്ങൾ ഈ വസ്ത്രങ്ങളൊക്കെ പരിചയമുള്ളതല്ലേ? നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. എന്തുകൊണ്ടാണ് പട്ടക്കാരൻ ഈ പറയുന്ന കറുത്ത വസ്ത്രം ധരിക്കുന്നത്? എന്തോ കറുത്ത വസ്ത്രം എവിടെ പോയാലും കറുത്ത, വിവാഹത്തിന് വന്നാലും കറുത്ത വസ്ത്രം ധരിക്കും അല്ലേ? അതെന്തുകൊണ്ടാ? Sinful nature. എന്താണ് സിൻ ഓഫ് ദ പീപ്പിൾ. ഈ സാധാരണ കറുത്ത വസ്ത്രം നമ്മൾ എപ്പോഴാണ് ധരിക്കുന്നത്? പ്രയാസമുള്ളപ്പോഴാണോ? ഫ്യൂണറലാണ് ധരിക്കുന്നത്. ഒരു മരണത്തിനൊക്കെയാ സാധാരണ ധരിക്കുക അല്ലേ? അപ്പോൾ പട്ടക്കാരൻ ഓൾവേസ് ഈസ് ക്യാരീസ് ദി എന്താണ് അതായത് ഓരോ പട്ടക്കാരൻ നടക്കുന്ന ക്യാരീസ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ എന്താണ് പീഡാനുഭവത്തെയും കഷ്ടാനുഭവത്തെയും ഒക്കെ എപ്പോഴും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പുരോഹിതൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഓരോ പുരോഹിതനും ഓരോ കുഞ്ഞാടാണ്. ദൈവത്തിന്റെ ഈ ലോകത്തിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഈ കറുത്ത വസ്ത്രം അദ്ദേഹം അണിഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നീട് നമുക്ക് ഈ പറയുന്ന വെള്ളവസ്ത്രമുണ്ട് അല്ലേ? ശുശ്രൂഷ കുപ്പായമുണ്ട്. പിന്നെ വേറെ അമ്നിക്കോ എന്ന് പറയുന്ന വസ്ത്രമുണ്ട്. അമ്നിക്കോ ഉണ്ട്. അതിന് ചുറ്റിനും കെട്ടുന്ന ബെൽറ്റ് ഉണ്ട്, കയ്യുറകളുണ്ട്, കാപ്പയുണ്ട്, ചെരുപ്പുണ്ട്. ഇതൊക്കെ ഒരു പുരോഹിതന്റെ അംശവസ്ത്രങ്ങളാണ്.
നമുക്ക് ഈ വൈറ്റ് കാസക്കിനെ കുറിച്ചൊന്ന് നോക്കാം. വൈറ്റ് കാസക്ക് എന്തിനെ കുറിക്കുന്നു? പരിശുദ്ധാത്മാ ഈ Pure. വൈറ്റ് കാസക്ക് എന്ന് പറയുന്നത് പുരോഹിതന്മാർക്ക് മാത്രം ഉള്ളതാണോ? അല്ല ഇല്ല. ശുശ്രൂഷ അല്ല, ശുശ്രൂഷക്കാരും ശുശ്രൂഷക്കാരനുണ്ട്. പിന്നെ ആർക്കൊക്കെ ഉണ്ട്? വാട്ടർ ബോയ്സ് മോട്ടോർ ബോയ്സിനുണ്ട്. പിന്നെ ആർക്കൊക്കെ ഉണ്ട്? എല്ലാ ജനങ്ങൾക്കും വേണം എന്നാണ്. എല്ലാ ജനങ്ങൾക്കും വേണമെന്നാണ്. ഇത് എവിടെ വെച്ച് നമുക്ക് ലഭിച്ചത് ഈ വസ്ത്രം? മാമോദി പരിശുദ്ധ Holy മാമോദീസയിൽ ലഭിച്ച ഒരു വസ്ത്രമാണ് ഈ വെണ്മയുടെ വസ്ത്രം, വെള്ളക്കുപ്പായം. വെള്ളക്കുപ്പായം എന്ന് പറയുന്നത്. കുപ്പായായിട്ടായിരിക്കത്തില്ല, നിങ്ങൾക്ക് ഓരോ ഡ്രസ്സുകളായിട്ട്. ഈ വെണ്മയുടെ വസ്ത്രം നമുക്ക് ലഭിച്ചത് പരിശുദ്ധ മാമോദീസായി കൂടിയാണ്. ഇത് വിജയിക്കുന്നവന് ലഭിക്കുന്ന വസ്ത്രമാണ്. എവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്? റെവലേഷൻ 3:5 വെളിപ്പാട് 7:9 പറഞ്ഞിട്ടുണ്ട്. ഇത് ഇതാണ് വിജയിച്ചവന് ലഭിക്കുന്ന വസ്ത്രമാണ്. സാത്താനെ വിജയിക്കുന്നവന് ലഭിക്കുന്ന വസ്ത്രമാണ് ഈ വെള്ള വസ്ത്രം. അത് നമ്മുടെ അടിസ്ഥാന, ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന വസ്ത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ള വസ്ത്രമാണ്. മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ വലിപ്പന്മാരും വല്യന്മാരൊക്കെ വെള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ടേ അവർ പള്ളിയിൽ പോകണമായിരുന്നു. കാരണം വിശുദ്ധ കുർബാന അനുഭവിക്കാൻ അവർ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടേ പോകുന്നു. കാരണം അത് അവരുടെ വസ്ത്രമാണ്, നാശരഹിതമായ വസ്ത്രമാണ്. അനശ്വരമായ ശക്തിയാൽ നാശരഹിതമായ വസ്ത്രങ്ങളെ ധരിപ്പിക്കണം എന്നുള്ള പ്രാർത്ഥന വേണ്ടിക്കൊണ്ട് ഓരോ പുരോഹിതനും ഈ പറയുന്ന ഈ വിശുദ്ധ ശുശ്രൂഷ കുപ്പായം അണിയുന്നത്. ആൽബ് എന്ന് പറയും, കുത്തീനോ എന്നുള്ള വാക്കാണ് ഇതിന് സിറിയക്കിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് റൈച്ചിയസ് റോബാണ്, അതായത് നീതിയുടെ വസ്ത്രമാണ്. അതുപോലെ മഹത്വത്തിന്റെ വസ്ത്രമാണ്. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിന് ഉരിഞ്ഞു പോയ വസ്ത്രം എന്ന് പറയുന്നത് ആദാമ് സ്വയം ഉരിഞ്ഞു കളഞ്ഞ വസ്ത്രം ഈ പറയുന്ന വൈറ്റ് ഡ്രസ്സാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് തിരികെ തരുവാനായിട്ടാണ് ആര് വന്നത്? കർത്താവായ യേശു മിശിഹ വന്ന് മാമോദീസയിൽ കൂടി നമുക്ക് നൽകിയിരിക്കുന്നത് റോബ് ഓഫ് സാൽവേഷൻ ആൻഡ് ഗാർമെന്റ് ഓഫ് ജോയ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. മഹത്വ വസ്ത്രവും അതുപോലെ തന്നെ ആഹ്ലാദത്തിന്റെ അങ്കി എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഈ പറയുന്ന മറുരൂപമലയില് തേജസ്കരണം പ്രാപിച്ച അദ്ദേഹത്തിന്റെ വസ്ത്രം എങ്ങനെ ഇരുന്നു പറഞ്ഞത്? ശുഭ്രമായ വസ്ത്രമായി എന്ന് പറയുന്നുണ്ട്. ആ വസ്ത്രമൊക്കെയാണ്. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 13 വരെ വാക്യത്തിൽ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ ഒരു വിരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു വിവാഹ വിരുന്നിനെ കുറിച്ച്. അവിടെ എങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാ വരണം എന്നാ പറയുന്നത്? കല്യാണ വസ്ത്രം ധരിച്ചുകൊണ്ട് വരണം എന്നാണ് പറയുന്നത്. അവിടെ ഈ പറയുന്ന കർത്താവിന്റെ ഒരു ഇറ്റേണൽ ബാങ്ക്വറ്റിലേക്ക് നമ്മൾ ചെല്ലേണ്ടത് ഈ വസ്ത്രം ധരിച്ചുകൊണ്ടാണെന്ന് പറയുന്നു. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, വെള്ള വസ്ത്രം ധരിച്ച് കയ്യിൽ കുരുത്തോലകളുമേന്തി അവനെ ആരാധിക്കുവാനായി വന്നു. അപ്പോൾ ഈ വൈറ്റ് കാസക്, വെള്ള കുപ്പായം, ശുശ്രൂഷ കുപ്പായം എന്ന് പറയുന്നത് അത് അച്ഛന്മാർക്കും തിരുമേനിമാർക്കും ശുശ്രൂഷക്കാർക്കും മാത്രമല്ല, ഏതൊരു വിശ്വാസിക്കുമുള്ള അടിസ്ഥാന വസ്ത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിനുശേഷം പിന്നീട് പട്ടക്കാരൻ ഈ വസ്ത്രം അണിയും. അതിനുശേഷമാണ് ഹംനിക്കോ അല്ലെങ്കിൽ ഊറാറോ എന്ന് പറയുന്ന ഒരു കാര്യം. ശമാശന്മാർക്ക് ഇതാണ് ബ്ലാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് സ്റ്റോൾ ഒരു ഊറാറോ എന്ന് പറയുന്ന ഒരു കാര്യം. ഹംനിക്കോ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹംനിക്കോ എന്ന് പറഞ്ഞ നെക്ലേസ് എന്ന് അതിന്റെ അർത്ഥം കേട്ടോ. ഹംനിക്കോ എന്നുള്ള വാക്കിന്റെ അർത്ഥം നെക്ലേസ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് സ്റ്റോൾ എന്നാണ് അതിന് സാധാരണ പറയുന്നത്. ഇത് സാധാരണ ശമാശന്മാർക്ക് നിങ്ങൾ കണ്ടു കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കാണത്തില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതൊക്കെ? ചിലതൊക്കെ നിങ്ങൾ കണ്ടു കാണത്തുള്ളൂ അല്ലെ? ഇതാണ് സമുറോനോ, പാട്ടുകാരൻ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം ഇതാണ്. നമുക്ക് അങ്ങനെ പാട്ടുകാരൻ എന്നുള്ള ഒരു തസ്തിക ഇപ്പോൾ കൊയർ ആയതുകൊണ്ട് അങ്ങനെ ഒരു തസ്തിക ഇപ്പൊ ഇല്ല. സിറിയൻ സഭയില് ഇതൊക്കെ ഉണ്ട്. ഇതാണ് കോറുയോ എന്ന് പറയുന്നത്. രണ്ടാമത്താണ് കോറുയോ എന്ന് പറയുന്നത്. റീഡർ എന്നാണ് എന്റെ അർത്ഥം. റീഡർ എന്ന് പറയുന്നത്. പിന്നെ ഇത് ആരുടെ വസ്ത്ര? ഇത് നിങ്ങൾ ഒത്തിരി കണ്ടു കാണും. അതിന്റെ പേരെന്താ? ഇത് ഡീക്കനാ? അത് അരഡീക്കൻ എന്നാ പറയാ. സബ് ഡീക്കൻ അല്ലേ? ഈ നീളത്തിലിട്ടിരിക്കുന്ന ആളുടെ പേരെന്താ? ഫുൾ ഡീക്കൻ. ഫുൾ ഡീക്കൻ എന്ന് പറയുന്നല്ലേ. അപ്പൊ നമുക്ക് ഇത് ഹംനിക്കോ, ഇത് അച്ഛന്മാരുടെ അല്ലേ? ഇത് അച്ഛന്മാരുടെ ഹംനിക്കോ. ഈ രണ്ടെണ്ണം ചേർന്ന് വരുമ്പോഴാണ് ഹംനിക്കോ ആയിട്ട് മാറുന്നത്. ഈ ഹംനിക്കോ എന്ന് പറയുന്ന ഇത് ധരിക്കുമ്പോൾ അച്ഛന്മാർ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യുദ്ധത്തിൽ എന്നെ ജയം ധരിപ്പിക്കുകയും എനിക്കെതിരായി നിൽക്കുന്നവരെ എന്റെ കീഴിൽ മുട്ടുകുത്തിക്കുകയും ചെയ്യണമേ. അതിന്റെ അർത്ഥം എന്താണ്? യുദ്ധത്തിൽ എന്നെ ജയം ധരിപ്പിക്കുക. അപ്പൊ യുദ്ധത്തിന് പോവുകയാണ്. അതായത് നമ്മൾ ഒരു ബലി അർപ്പിക്കാൻ പോകുന്ന പറഞ്ഞാൽ യുദ്ധം പോലെയാണ്, ഒരു ആത്മീക യുദ്ധമാണ്.
ആത്മീക പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ എന്നെ ജയം ധരിപ്പിക്കണമേ, ശക്തി ധരിപ്പിക്കുന്ന അർത്ഥം ഇറ്റ് ഈസ് ദ ആർമർ ഓഫ് എന്താണ് ഗോഡ്, ഇറ്റ് ഈസ് ദ ആർമർ ഓഫ് ഗോഡ് അഗെയിൻസ്റ്റ് ദി ഈവിൾ. അതായത് ശത്രുവിനെതിരായിട്ടുള്ള എന്താണ് ഒരു വലിയ ആയുധമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ ഷമ്മാശന്മാർ ഇട്ടിരിക്കുന്നതിനെ കുറിച്ച് ജോൺ ക്രിസോസ്റ്റം പറയുന്ന ഒരു വാക്കുണ്ട്, ഇറ്റ് ദ വിങ്സ് ഓഫ് ദി ഏഞ്ചൽസ് എന്ന് പറയും. രണ്ടും ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് വിങ്സ് ഓഫ് ദി ഏഞ്ചൽസ് എന്ന് ക്രിസോസ്റ്റം സ്വഭാവിതാവായ ക്രിസോസ്റ്റം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഷമ്മാശന്മാർക്ക് പട്ടം കൊടുക്കുമ്പോൾ അവരോട് പറയും ഒറ്റ മുട്ടിൽ നിൽക്കാൻ പറയും. എന്നിട്ട് അവരുടെ ഇടത്തെ തോളിലായി ഇതിടുന്നത്. ഈ ഇടത്തെ തോളിലിടുന്നു. നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് വലത്തെ തോള് പ്രധാനമുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇടത്തെ തോളിൽ ഇത് ഇടുന്നത്? ആരിട്ടാലും ഇടത്തെ തോളിൽ അത് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയും? എടുത്ത് പിന്നെ പൈശാചിക എന്തോ കുരിശെടുത്തുകൊണ്ട് പോവുക എന്നുള്ള അത് കുരിശെടുത്തുകൊണ്ടല്ല, ഇടത്തേന്ന് പറയുന്നത് നമുക്കറിയാം ഇടത്തേതൊരു ബലഹീന വശമായിട്ട് പലപ്പോഴും നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ കാണുന്നത്. അപ്പോൾ എന്താ പറയാ, എന്റെ ബലം കൊണ്ടല്ല ക്രിസ്തുവിന്റെ ബലം കൊണ്ടാണ്. ബലം കൊണ്ട് അപ്പൊ അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇടത്തെ തോളിലൂടെ ഇടുക. ഞങ്ങള് സാധാരണ പുരോഹിതന്മാര് ഈ മദ്ബായിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ ഇടത്തെ കാല് വെച്ചിട്ടാണ് സാധാരണ പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ദർഗായിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇടത്തെ കാലം എടുത്ത് വെക്കുന്നത് ആദ്യം, വലത്തെ കാലല്ല കേട്ടോ. നമുക്കറിയാം നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ, മലയാള പാരമ്പര്യത്തിൽ പറയുമല്ലോ വലതുകാല് വെച്ച് കയറണം എന്ന് പറയുന്നത്. ഇടതുകാല് വെച്ചാ കയറുന്നത്, ഇടതുകാല് വെച്ചാ ഞങ്ങള് സാധാരണ കയറുന്നത്. അതിൽ ചെരുപ്പിടുമ്പോഴും ദേവാലയത്തില് നമ്മൾ ചെരുപ്പിടുമ്പോഴും ഇടതുകാലിന്റെ ചെരുപ്പാണ് ആദ്യം ഇടുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥം ഒരു ബലഹീന വശം, അതായത് ഞങ്ങളുടെ ബലത്തിലല്ല അങ്ങയുടെ ബലത്തിൽ, ഞങ്ങളുടെ കൃപയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ വലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബലം എന്നുള്ളത് അവിടെ വരും. അതുകൊണ്ടാണ് ഇടത്ത് സാധാരണ ഉപയോഗിക്കുന്നത്. ആ ചെരുപ്പിടുമ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. പോട്ടെ, ഏതായാലും ഉറാറ കഴിഞ്ഞു. പിന്നീട് ഉറാറ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ പേരെന്താ, ഈ കെട്ടിയിരിക്കുന്ന സാധനത്തിന്റെ വീട് ബെൽറ്റ് കെട്ടും അല്ലേ? വീടുകൾ ഉണ്ടാവും. അതിന് അരക്കെട്ട് എന്നാണ് പറയുന്നത്. സൂനോറോ എന്നുള്ള പേരാണ് സാധാരണ ഉപയോഗിക്കുന്നത്. സൂനോറോ ഹോളി ഓർഡേഴ്സ്. നമുക്കറിയാം ഇത്രയും ഓർഡേഴ്സ് ഉണ്ട്. ഒൽമായോ എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ അല്ലെ പേഴ്സൺ. മൗദ്യോനോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അതൊന്നും കാണാനില്ല. മൗദ്യോന്റെ കൺഫസർ ഓഫ് ഫെയ്ത്ത്, മാമോദിസയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വൺ ഹു കൺഫസസ് ഫെയ്ത്ത്. ഒരാള് ഈ വിശ്വാസം ചൊല്ലിക്കൊടുക്കുന്നതിന് ഒരാളെ നിയമിച്ചിരുന്നു സഭ, അതാണ് കൺഫസർ എന്ന് പറഞ്ഞത്. പിന്നെ സിംഗർ, സമറോനോ എന്ന് പറഞ്ഞ സിംഗർ, ഓർഡൈൻ ടു ചാൻഡ് ഹിംസ്. കോറുയോ എന്ന് വെച്ചാൽ റീഡർ, ഓർഡൈൻ ടു റീഡ് ദി എപ്പിസ്റ്റൽ ആൻഡ് സ്ക്രിപ്ചർ. ദെൻ സാധാരണ ഇവർക്ക് പട്ടം കൊടുക്കുമ്പോൾ ഒരു വേദപുസ്തകമാണ് കൊടുക്കുന്നത്. കോറുയോയ്ക്ക് പട്ടം ഏറ്റ് കഴിയുമ്പോൾ ഒരു വേദപുസ്തകം കൊടുക്കും. പിന്നെ ഔഫ്ദിയക്കിനൊക്കെ കൊടുക്കുന്ന ഒരു മെഴുകുതിരി, കത്തിച്ച മെഴുകുതിരിയാണ് കൊടുക്കുന്നത്. അതായത് ഈ പറയുന്ന അദ്ദേഹം വാതിൽ കാവൽക്കാരൻ എന്നുള്ളതാണ് ഈ അഫ്തിയാക്കനോ ഔപ്പതിയാക്കനോ എന്നുള്ള പേരിന്റെ അർത്ഥം. ദെൻ സമറോനോ, അതായത് സമറോനോ ഫുൾ ഡീക്കൻ, അദ്ദേഹം ഏവൻഗേലിയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏവൻഗേലിയൻ വായിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. ഓതറൈസ് ടു റീഡ് ദ ഗോസ്പൽ അസിസ്റ്റ് വിത്ത് എ സെൻസർ എന്നുള്ളത്. ഈ ആർച്ച് ഡീക്കൺ എന്നുള്ള പദവി പിന്നെ ഇല്ല. 7ാം പദവി നമ്മളിപ്പോൾ പ്രീസ്റ്റിനായിട്ടാണ് കൊടുക്കുന്നത് സാധാരണ. പോട്ടെ, ഗ്രിഡിൽ ഒരു അരക്കെട്ട് സൂനോറോ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടാണല്ലോ ഇതിനു മുമ്പ് ബന്ധപ്പെട്ട് കേട്ടു അല്ലേ? മാതാവിന്റെ അരക്കെട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ട് കാണും. ഇതാണ് ഗ്രിഡിൽ ഒരു അരക്കെട്ട് സൂനോറോ എന്ന് പറയുന്നത്. ഇത് ചൊല്ലുമ്പോൾ പ്രാർത്ഥനയൊക്കെ ഞാൻ ഇതിനകത്ത് കുറിച്ച് വെച്ചിട്ടുണ്ട്. പറയുന്ന പ്രാർത്ഥന, ഗ്രിഡ് യുവർ സോൾ അപ്പോൺ യുവർ മോസ്റ്റ് മൈറ്റി വിത്ത് യുവർ ഗ്ലോറി ആൻഡ് മാജസ്റ്റി. യുവർ മാജസ്റ്റി ടം, നിന്റെ മഹത്വം വിജയിക്കും എന്നെല്ലാം പറഞ്ഞിട്ടാണ് സൂനോർ കെട്ടുന്നത്. അതായത് പരാക്രമശാലിയുള്ളൂ, നിന്റെ മഹത്വവും ബാഹല്യവുമാകുന്ന വാളരിയിൽ കെട്ടിക്കൊള്ളുക, നിന്റെ മഹത്വം വിജയിക്കും എന്ന് പറയുകയാണ്. നമുക്കറിയാം അരകെട്ടുന്നത് നമ്മൾ മാത്രമല്ല, പോലീസ് അരകെട്ടാറില്ലേ? അതുപോലെ തന്നെ ഏതൊരു ജോലിയിലും അരകെട്ട് ബെൽറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഈ ബെൽറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? സത്യം. എന്തോ സത്യം. അത് FSC ലേഖനത്തിൽ പറയുന്നുണ്ട്, സത്യം കൊണ്ട് അരകെട്ടുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു പോലീസ് അരകെട്ടുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താ? ഈസ് റെഡി അല്ലെ? റെഡിനെസ് ആണ്. റെഡി ടു ഫൈറ്റ് എന്നുള്ള. അതുപോലെ തന്നെ റെഡി ടു സെർവ് ചെയ്യാനായിട്ടും സാധാരണ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ആളുകള് ഈ പരിചരിക്കുമ്പോൾ ഒരു അരകെട്ടിക്കൊണ്ടാണ്. അതുകൊണ്ടല്ലേ യജമാനൻ വരും അന്നേരത്തുള്ള അവൻ അരകെട്ടി ശുശ്രൂഷിക്കും എന്നാണ്. അരകെട്ടി ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുടെ സർവീസിന്റെ ഒരു ഭാഗമായിട്ട് കാണുന്നത്. പോട്ടെ, അതിനുശേഷം പിന്നെ കയ്യുറകളുണ്ട്. ഇതാണ് കയ്യുറകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കയ്യുറകള്
ഇടത്ത് കൈയിൽ ആദ്യം ധരിക്കും. അതിനുശേഷം പറയുന്നത് കൈകളെ യുദ്ധത്തിന് അഭ്യസിപ്പിക്കുകയും ചെമ്പുവല്ല് പോലെ ശക്തി ഉളവാക്കി തീർക്കുകയും ചെയ്യണമേ. കൈയെ കുറച്ചുകൂടെ പവർഫുൾ ആക്കണം. കാരണം നമ്മളൊരു ആത്മീയ പോരാട്ടത്തിന് പോവുകയാണ്. ഇത് വലത് കൈ എന്റെ സഹായമാണ്, യുദ്ധത്തിൽ എന്നെ ശക്തി ധരിപ്പിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് ധരിക്കുന്നത് സാധാരണ. കയ്യുറ. അതിനുശേഷമാണ് കാപ്പ എന്ന് പറയുന്നത്. ഫാനിയോ എന്ന് പറയുന്ന ഒരു വാക്കാണ് സിറിയക്കിൽ ഇതിന് ഉപയോഗിക്കുന്നത്. ഫാനിയോ ഓർ കേപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. പുറംകുപ്പായമാണ് ഇതിന്. പഴയ നിയമം മുതൽ പുതിയ നിയമത്തിലൊക്കെ ഇതിന് ഒത്തിരി മീനിങ്ങുകളുണ്ട്. നമ്മുടെ ഏലിയ പ്രവാചകൻ ഒരാൾക്കൊരു പുറംകുപ്പായം എറിഞ്ഞു കൊടുത്തുള്ളൂ. ആർക്കാത്? എലീശായി. എലീശയ്ക്ക് ഏലിശായ്ക്ക് ഒരു പുറംകുപ്പായം എറിഞ്ഞു കൊടുത്തു. അന്ന് മുതൽ നമുക്ക് ഈ പുറംകുപ്പായം. അതിനു മുമ്പും എക്സഡസ് ചാപ്റ്റർ 28 നമ്മൾ വായിച്ചു കഴിഞ്ഞാല് നമ്മുടെ പുരോഹിതന്റെ വസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് ഈ കാപ്പയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വീണ്ടും നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ പുറംകുപ്പായം അഴിച്ചു. അതുപോലെ തന്നെ അവന്റെ കുപ്പായത്തിന്റെ തൊങ്ങലിൽ തൊട്ട സ്ത്രീക്ക് എന്ത് വന്നു? സൗഖ്യം വന്നു. അപ്പൊ യേശുക്രിസ്തുവും കുപ്പായം ധരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് എ റോബ് ഓഫ് ഗ്ലോറി ആൻഡ് റൈച്ചിയസ്നെസ്. നീതിയുടെയും അതുപോലെ തന്നെ മഹത്വത്തിന്റെയും വസ്ത്രമായിട്ടാണ് ഈ പറയുന്ന കാപ്പ ധരിക്കുന്നതായിട്ട് കാണുന്നത്. അതിനുശേഷം കോറപ്പിസ്കാക്കോപ്പയെ സംബന്ധിച്ച് വേറൊരു കാപ്പ കൂടെ ഉണ്ട്. ഈ കാപ്പ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അൽമത്തി കാപ്പ എന്ന് പറയുന്നത്. കുട്ടിക്കാപ്പ എന്ന് പറയും. കുട്ടിക്കാപ്പ ഓർ അൽമത്തി കാപ്പ. അതൊരു പൊസിഷൻ അനുസരിച്ച് കൊടുക്കുന്നു. ഇതിന് പ്രത്യേക അർത്ഥമൊന്നുമില്ല. കാപ്പയുടെ അതേ അർത്ഥം തന്നെ ഇതിനുള്ളൂ എന്നുള്ളതാണ്. ദെൻ മേൽപ്പട്ടക്കാരെ സംബന്ധിച്ച് വേറെ ഷൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 ചെരുപ്പുകളെ കുറിച്ച് നമുക്കറിയാം. ചെരുപ്പിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ചെരുപ്പ് ധരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട്. അതുകൊണ്ട് അതിൽ പറയുന്നില്ല. മേൽപ്പട്ടക്കാരെ സംബന്ധിച്ച് വീണ്ടും ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഇതൊക്കെയാണ് അതിന്റെ ഞാനത് കുറിച്ചിട്ടുണ്ട്. പിന്നെ സ്കൾ ക്യാപ്പ് ഒരു പുരോഹിതനെ സംബന്ധിച്ച് വെസ്റ്റ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സ്കൾ ക്യാപ്പ് എന്ന് പറയുന്നത്. പട്ടമേറ്റ പുരോഹിതന് സാധാരണ ശമാശന്മാർക്ക് സിറിയൻ പാരമ്പര്യത്തിൽ തൊപ്പി കൊടുക്കാറില്ല. പക്ഷെ നമ്മുടെ പാരമ്പര്യത്തിൽ ഇന്ത്യൻ പാരമ്പര്യത്തിൽ തൊപ്പി കൊടുക്കുന്നുണ്ട്. ഈ തൊപ്പി നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിനകത്ത് ചില കുഴികൾ എത്ര എണ്ണം ഉണ്ടെന്ന്? 7. എന്തിനെ സൂചിപ്പിക്കുന്ന 7? പ്രാക്ടിക്കലി കയറാൻ വേണ്ടിയിട്ടാണത്. കുറച്ച് കാറ്റൊക്കെ കയറണം എന്നുള്ളതാണ്. പക്ഷെ ഇതെന്തിനെ കുറിക്കുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 7 പട്ടത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. കംപ്ലീറ്റ്നെസ്സിനെ കുറിക്കാനായിട്ടാണ് 7 കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ 7 കൂദാശകൾ, നമ്മുടെ പൂർണ്ണമായ കൂദാശകൾ സ്വീകരിക്കാനുള്ള റൈറ്റ്. ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച്, സ്കൾ ക്യാപ്പിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ കാര്യത്തെ കുറിച്ച്? മദ്ബഹായി കയറുന്ന എല്ലാ പുരോഹിതന്മാരും കറുത്ത വസ്ത്രം ധരിക്കണോ? തീർച്ചയായിട്ടും കറുത്ത വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കറുത്ത വസ്ത്രം ധരിച്ച് മദ്ബഹായിൽ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ ഒരു ആരാധന, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും, ഇതൊക്കെ ആരാധനയായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു ആരാധന നടക്കാത്ത സന്ദർഭങ്ങളിൽ കറുത്തപ്പായം ധരിച്ചുകൊള്ളണം അങ്ങനെ നിർബന്ധമില്ല. അങ്ങനെ പ്രാക്ടിക്കലാണ്, കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. പക്ഷെ ആരാധന നടക്കുമ്പോൾ തീർച്ചയായിട്ടും അംശവസ്ത്രങ്ങൾ ധരിച്ചു വേണം നമ്മൾ മദ്ബഹായിലൊക്കെ പ്രവേശിക്കാനായിട്ട്. അത് ആരാണെങ്കിലും അങ്ങനെ പ്രവേശിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹംനിക്ക ധരിക്കണം. ഒരു പുരോഹിതൻ ഏതെങ്കിലും ശുശ്രൂഷയിൽ പോകുമ്പോൾ ഹംനിക്ക ധരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ സഭയുടെ കാര്യങ്ങളാണ്. ഇതുകൂടാതെ മേൽപ്പട്ടക്കാര് ചില കാര്യങ്ങൾ കൂടെ കണ്ടു കാണുമല്ലോ അതല്ലേ? അച്ഛൻ ഇപ്പൊ എന്താ അച്ഛൻ കറുത്ത കുപ്പായി ഇട്ടിരിക്കുന്നത്? ഞാൻ കറുത്തപ്പായിട്ടിരിക്കുന്നയോ? അതെല്ലാം നേരത്തെ പറഞ്ഞൊരു കാര്യമല്ലേ. ഒരു പുരോഹിതനെ സംബന്ധിച്ച് ബേസിക് വസ്ത്രം എന്ന് പറയുന്നത് കറുത്തപ്പായാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് കറുത്തപ്പായിട്ടിരിക്കുന്നത്. അല്ല, നമ്മള് ശുശ്രൂഷകൾക്കല്ലേ കറുത്ത കുപ്പായി ഇടുന്നേ? അല്ലെങ്കിൽ പുരോഹിതനെ സംബന്ധിച്ച് അതിന്റെ ബേസിക് വസ്ത്രം തന്നെ കറുത്തതാണ്, ബ്ലാക്ക് ആണ്. എന്നാലൊരു അതിന് അടിയിൽ നമുക്കൊരു ഇതുണ്ടാവും, വേറൊരു വസ്ത്രമുണ്ട്, ഒരു വെളുത്ത വസ്ത്രമുണ്ട്. എന്നാൽ പുരോഹിതനെ സംബന്ധിച്ച് ബേസിക് ആയിട്ട് എപ്പോഴും കറുത്ത വസ്ത്രം ഓർത്തഡോക്സ് പ്രീസിനെ സംബന്ധിച്ച് അണിയണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രമാണം. അതുകൊണ്ടാണ് കറുത്ത വസ്ത്രം ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാലും ഇതൊരു ശുശ്രൂഷയല്ലേ? ഇതൊരു ശുശ്രൂഷയാണ്, ഇതൊരു തിരുവചന ശുശ്രൂഷയാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളിപ്പോ ഒരു കൺവെൻഷൻ പ്രസംഗം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹംനിക്കൂടെ ഇടണം എന്നാണ് നമ്മുടെ ഒരു പ്രമാണം. പക്ഷെ പ്രാക്ടിക്കലായിട്ട് പലപ്പോഴും ഇപ്പൊ കേരളത്തിലെ കാലാവസ്ഥയിലൊന്നും നടക്കാത്തതുകൊണ്ടാണ് അവിടെ വെള്ളവസ്ത്രം ഇട്ട് പുരോഹിതന്മാര്
സാധാരണ നടക്കുന്നത്. പക്ഷെ ഇവിടെ സംബന്ധിച്ച് നമുക്ക് തണുപ്പായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത് ഇടുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. പിന്നീട് മേൽപ്പട്ടക്കാരെ സംബന്ധിച്ച് കുറച്ചുകൂടെ എക്സ്ട്രാ ഉണ്ട്. ഇതിനെന്താ പറയുക, തലയിലുള്ള ഇതിനെന്താ പറയുന്ന അറിയോ? ശില. ശില. മസ്നപ്സോ എന്നാ പറയുന്നത്, മസ്നപ്സോ. നമ്മൾ സാധാരണ തെറ്റിദ്ധരിക്കാറുണ്ട്, ഈ 13 കുരിശ് വെച്ച ഒരു കാര്യമാണ് മസ്നപ്സോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അത് മസ്നപ്സോ അല്ല, അത് ഇതാണ് മസ്നപ്സോ എന്ന് പറയുന്നത്. ഈ തലയിൽ കിടക്കുന്നതാണ് മസ്നപ്സ എന്ന് പറയുന്ന ഒരു കാര്യം. എസ്കിമോ എന്നാണ് ഈ 13 കുരിശ് വെച്ച കാര്യത്തിൽ പറയുന്നത്. എസ്കിമോ എന്നാണ് പറയുന്നത്. അത് സന്യാസിമാരുടെ വസ്ത്രമാണത്, എസ്കിമോ എന്നുള്ളത്. ഇതിനാണ് മസ്നപ്സോ എന്ന് പറയുന്നത്. അതായത് ഇതിന് ഒത്തിരി വേദപുസ്തകപരമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. കാരണം പഴയ നിയമത്തിൽ മോശ കൽപ്പലകയുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ ആയിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല, അപ്പോൾ അദ്ദേഹം മൂടുപടം വലിച്ചിട്ടു കാണുന്നുണ്ട്. ഇത് നമ്മൾ ആരാധനയിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഓരോ പുരോഹിതൻ നിങ്ങൾ മനുഷ്യരെ നേരെ തിരിഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന ഈ എസ്കിമോ ഇതിട്ടിട്ടാണ് സാധാരണ വരുന്നത്. മസ്നപ്സോ ഇട്ടിട്ടാണ് വരുന്നത്. ബട്രശീൽ എന്നുള്ളൊരു പേര് കൂടെ ഉണ്ട്, മിത്ര എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മത്തങ്ങ തൊപ്പി എന്ന് പറയുന്നതും അത് ആരാധനയ്ക്ക് പുറത്തുള്ള സമയത്ത് ഇത് വയ്ക്കുന്നു. ഇതെല്ലാം അധികാരത്തിന്റെ ചിഹ്നമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന അതോറിറ്റിയുടെ ഒക്കെ ചിഹ്നമായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് മേൽപ്പട്ടക്കാർ പുറത്തേടെ കിടക്കുന്ന ഒരു കാര്യമുണ്ടോ, ഒരു എക്സ്ട്രാ ഉറാറോ ഉണ്ട്, ഒരു ഹംനിക്കോ ഉണ്ട്. എക്സ്ട്രാ ദാറ്റ് ബിഗ് ഉറാറോ ഓർ ഹംനിക്കോ എന്നാണ് പറയുന്നത്. പത്രസീൻ എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. ഈ കാണത്തിന് ഇതിന് പറയുന്നതാണ് പത്രസീൻ ഓർ പാലിയം എന്നാണ്. റോമൻ കാത്തോലിക്ക പാരമ്പര്യത്തിലൊക്കെ പാലിയം എന്നാണ് പറയുന്നത്. അവരുടെ ബിഷപ്പിനൊക്കെ അങ്ങനെയായിരിക്കും. ഇത് പത്രസീൻ എന്നുള്ള പേരാണ് ഇതിന് നമ്മുടെ പാരമ്പര്യത്തിൽ പറയുന്നത്. ഇത് നമുക്കറിയാം, ഈ മഹാപുരോഹിതന്മാര് എന്താണ് ഊറീമും തുമ്മീമും അതുപോലെ തന്നെ ഈ പറയുന്ന ബ്രസ്റ്റ് പ്ലേറ്റും ഒക്കെ ഉണ്ടെന്ന് പറയത്തില്ലേ, പ്രാർത്ഥനകൾ മറ്റുള്ള എല്ലാവരെയും വഹിച്ചുകൊണ്ടുള്ള, അതൊക്കെയാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് മഹത്വത്തിന്റെ വസ്ത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അവരെ സംബന്ധിച്ച് കുരിശുമാലയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നീട് അംശവടിയുണ്ട്, സ്റ്റാഫ് ഉണ്ട്. അംശവടി നമുക്കറിയാം. പാമ്പിന്റെ എന്തുകൊണ്ടാണ് ഈ പാമ്പ് ഇങ്ങനെ ഇരിക്കുന്നത്? പിച്ചള സർപ്പം. പിച്ചള സർപ്പത്തിന് ഉണ്ട്. അതുപോലെ തന്നെ കുരിശ്, എല്ലാറ്റിനും ഉപരിയായിട്ട് കുരിശായിരിക്കും നിൽക്കുന്നത്. പിന്നീട് വളഞ്ഞ ഇതുണ്ട്, അത് ഇടയന്റെ വടിയാണ്. അതുപോലെ തന്നെ അഹറോന്റെ തളിർത്ത വടിയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇടയന്റെ വടിയുമായിട്ടും സൂചിപ്പിക്കുന്ന ഉണ്ട്. പിന്നെ കയ്യില് സ്ലീവ ഉണ്ടാവും. സ്ലീവ എപ്പോഴും നമുക്കറിയാം വിജയത്തിന്റെ അടയാളമാണ്, ചിഹ്നമാണെന്ന് പറയാം. ഇതൊക്കെയാണ് സാധാരണ പുരോഹിതന്മാരുടെ അംശവസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഏറെക്കുറെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു. അംശവസ്ത്രം ധരിക്കുമ്പോൾ ഒരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാകും ഈ കാര്യങ്ങളൊക്കെ. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച്? അച്ഛാ, ഒരു തബലീത്ത ഒരച്ഛനെ ഉപയോഗിക്കത്തുള്ളൂ. ഒരു തബലീത്ത നമുക്ക് ഒരു ദിവസം ഒരു വിശുദ്ധ കുർബാനയെ തബലീത്തയിൽ ചൊല്ലാനായിട്ട് സാധിക്കുള്ളൂ. കർത്താവിന് ഒരു ബലിയാണ്, ഒരു കർത്താവാണ്. അങ്ങനെ ആ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തില് ഒരു ത്രോണോസിൽ ഒരു ബലി ഒരു ദിവസം എന്നുള്ളതാണ് നമ്മുടെ ഓർത്തഡോക്സ് പാരമ്പര്യം. അപ്പൊ രാവിലെയും വൈകിട്ടും കുർബാന നടത്തുന്ന ഉണ്ടല്ലോ. രാവിലെ വൈകിട്ട് എന്ന് വെച്ചാൽ വൈകിട്ട് നമുക്ക് 6 മണി കഴിഞ്ഞാൽ, ഈവനിങ് പ്രയർ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം സന്ധ്യയായി ഉഷസ്സായി എത്രാം ദിവസം എന്നാ പറയുന്നത്? 2-ാം ദിവസം അല്ലെങ്കിൽ 1-ാം ദിവസം, 1-ാം ദിവസമോ 2-ാം ദിവസമോ. അപ്പൊ നമുക്ക് സന്ധ്യയാണ് ഒരു സിറിയൻ പാരമ്പര്യത്തില് അല്ലെങ്കിൽ സെമിറ്റിക് പാരമ്പര്യത്തില് നമുക്ക് സന്ധ്യയോടുകൂടിയാണ് ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ സന്ധ്യയിൽ ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് രാവിലെ അർപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞായറാഴ്ച ഇപ്പൊ രാവിലെ അർപ്പിച്ചിട്ട് ഞായറാഴ്ച വൈകിട്ട് അർപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ വേറൊരു അച്ഛനാ വൈകിട്ട് കുർബാന ചെല്ലുന്നെങ്കിൽ ആ അച്ഛൻ ആ തബലീത്ത തന്നെ ഉപയോഗിക്കാവോ? അതായത് ഒരു ത്രോണോസിൽ ഒരു 24 hours ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാം. പിന്നെ വേറെ ത്രോണോസുകൾ ഉണ്ടെങ്കിൽ വേറെ ത്രോണോസിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരു ത്രോണോസ്, ഒരു ബലി, ഒരു പുരോഹിതൻ, അതായത് നമ്മളൊരു പ്രമാണമാണ്. പിന്നെ വേറൊരു പുരോഹിതൻ ഉണ്ടെങ്കിൽ ആ പുരോഹിതന് വേറെ ഒരു ത്രോണോസിൽ വിശുദ്ധ ബലി അർപ്പിക്കാം. അത് കുഴപ്പമില്ല. ശനിയാഴ്ച കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഞായറാഴ്ച കുർബാന അർപ്പിക്കാൻ പറ്റില്ലേ? ഇല്ല, പറ്റില്ല. ശനിയാഴ്ച വൈകിട്ട് നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഞായറാഴ്ച കുർബാനയ്ക്ക് സമമാണ്. കാരണം ശനിയാഴ്ച വൈകിട്ടോടുകൂടി നമ്മൾ
സൺഡേ ലിറ്റർജിയാണ് അതിന് പറയുന്നത്. ശനിയാഴ്ച വൈകിട്ട് ഈവനിങ് പ്രെയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൺഡേ ആണല്ലോ, ഇനി പ്രെയറോട് കൂടി സൺഡേ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഞായറാഴ്ച നമസ്കാരം അല്ലേ ചൊല്ലുന്നത് ശനിയാഴ്ച വൈകിട്ട്? അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പിന്നെ ഇപ്പൊ അർപ്പിക്കേണ്ട കാര്യമില്ല, ശനിയാഴ്ച വൈകിട്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ശനിയാഴ്ച രാവിലെ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച രാവിലെ ചെയ്യാൻ പറ്റും? അത് ചെയ്യാൻ പറ്റും. കാരണം ശനിയാഴ്ച രാവിലെ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ വേറെ ദിവസത്തിലേക്ക് കടക്കല്ലേ. ശനി ഞായർ രണ്ട് വ്യത്യാസമുണ്ട്, കുഴപ്പമില്ല. വെള്ളിയാഴ്ച വൈകിട്ട് ചെയ്തു കഴിഞ്ഞാൽ ശനിയാഴ്ച രാവിലെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ദിവസം എപ്പോഴും തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ, ദിവസം തുടങ്ങുന്നത് വൈകിട്ടാണ്. നമുക്ക് സിറിയൻ പാരമ്പര്യത്തിൽ ഓരോ ദിവസങ്ങൾ ആരംഭിക്കുന്നത്. ഓരോ അച്ഛന്മാർക്കും ഓരോ തബ്ലീത്ത ഉണ്ടോ? ഓരോ അച്ഛന്മാർക്കല്ല, ഒരു പള്ളിയിൽ കാണും തബലീത്ത. അച്ഛന്മാർക്ക് ബിഷപ്പിനോടൊക്കെ ചോദിച്ചു വേണേൽ വാങ്ങിച്ചു വെക്കാൻ, കുഴപ്പമൊന്നുമില്ല. ഒരു പള്ളിയിൽ നമുക്ക് എന്താണ് മുറുവൻ കൊണ്ട് അഭിഷേകം ചെയ്ത വിശുദ്ധ തബലീത്ത് ഉണ്ടാവും. അതിനകത്ത് ആ കുദാശ ചെയ്യപ്പെട്ട മെത്രാപ്പൊലീത്തയുടെ പേരൊക്കെ എഴുതി വെച്ച് കാണും. ഇന്ന ഡേറ്റില് കുദാശ ചെയ്യപ്പെട്ടു എന്നൊക്കെ എഴുതി വെച്ച് കാണും. അതേപോലെ മെത്രാപ്പൊലീത്തയും ഈ പറയുന്ന പാരീഷും തമ്മിലുള്ള ഡയസിസും ബന്ധം കാണിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ആ തബലീത്തെ വെച്ച് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. അപ്പൊ കാരണം മെത്രാപ്പൊലീത്തയ്ക്ക് എല്ലാ പാരീഷിനും എന്ന് വിശുദ്ധ ബലി അർപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ബന്ധം കൂടി, ഒരു കണക്ഷൻ, സഭയുമായിട്ടുള്ള ഒരു ബന്ധം, ഓരോ പാരീഷിന്റെ അഭേദ്യമായ ബന്ധം കാണിക്കാൻ വേണ്ടി കൂടിയാണ് തബലീത്തെ വെച്ച് കുർബാന ചെയ്യുന്നത്. പിന്നെ ടാബ്ലറ്റ് ആണ്, അറിയാലോ, ടാബ്ലറ്റ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് വെക്കുന്നത്, വിശുദ്ധ രഹസ്യങ്ങൾ വെക്കുന്നത്. നിങ്ങൾക്ക് ഇല്ലാത്തടത്ത് അച്ഛന്മാര് പോകുമ്പോ കുർബാന ചെല്ലുന്നുണ്ടല്ലോ, അതിന് കുർബാന ഇല്ലാണ്ട് തബലീത്ത കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം. തബലീത്ത അവരെടുത്തോണ്ട് പോകും. തബലീത്ത എടുത്തുകൊണ്ട് പോയി നമുക്ക് വിശുദ്ധ ബലി അർപ്പിക്കാം. അച്ഛന്മാർക്ക് വെസ്റ്റ്മിൻസിൽ ആർമർ ഓഫ് ഗോഡ് എന്ന് പറയും. എന്തുവാ മുന്നിലത്തെ പ്ലേറ്റും ഇതും അച്ഛന്മാരുടെ വെസ്റ്റ്മിൻസ്. അപ്പം അതെ. ലേ പേഴ്സൺസിന് എന്തുവാണ് ആർമർ ഓഫ് ഗോഡ്? ലേമൻസിനോ, അതായത് വിശുദ്ധ ഒരു ആരാധനയായിട്ട് ബന്ധപ്പെട്ട് സങ്കല്പിക്കുമ്പോൾ നമുക്ക് ആർമർ, നമുക്ക് എഫേസ്യ ലേഖനത്തിൽ നിങ്ങളുടെ ആർമർ എന്തൊക്കെയാ പറയുന്നത്? സത്യം, 6-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? അരയ്ക്ക് സത്യം, നീതി, നീതി കവചം രക്ഷ, നീതി, ശിരസ്ത്രം. പിന്നെന്താ? കവചം, പിന്നെന്താണ്? തലയ്ക്ക് ശിരസ്ത്രം എന്താണ്? തലയ്ക്ക് ശിരസ്ത്രം, ശിരസ്ത്രം, ശിരസ്ത്രം. ശിരസ്ത്രം, നീതി, നീതി എന്ന കവചം. അപ്പൊ നിങ്ങൾ നീതി, സത്യം, ഇതൊക്കെയാണ് നമ്മുടെ, അത് ഏത് പുരോഹിതനാണെങ്കിലും, പുരോഹിതൻ ഇപ്പൊ ഒരു ബെൽറ്റ് കെട്ടിയത് കൊണ്ട് സത്യം കെട്ടിക്കോളും, സത്യം ആചരിക്കണം. ഒരു ബെൽറ്റ് കെട്ടുക എന്നുള്ളത്, അതായത് പുരോഹിതൻ ഒരു സഭയുടെ മൊത്തത്തിൽ ആ വിശ്വാസ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയല്ലേ. അപ്പൊ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് കെട്ടുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഈ നിൽക്കുന്ന ആരാധക സമൂഹത്തിന് മൊത്തത്തിന് വേണ്ടിയിട്ടാണ് ഒരു പുരോഹിതൻ എന്ത് ചെയ്യുന്നത്, ഈ ബെൽറ്റ് കെട്ടുന്നത്. അതായത് ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് എന്താണ് എൻറ്റയർ കോൺഗ്രിഗേഷൻ. അപ്പൊ ഞാൻ മാത്രം കെട്ടിക്കഴിഞ്ഞാലും നിങ്ങളൊക്കെ കെട്ടിയതിന് സമമാണ്. അതാണ് അതിന്റെ ഒരു അർത്ഥം. ലിറ്റർജിക്കലി അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അതായത് പുരോഹിതന് ഇപ്പൊ ഒരു കാപ്പി എണിയാന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കാപ്പി എണിയാന്നൊരു അർത്ഥം. നിങ്ങൾ രാജകീയ പുരോഹിത വംശമാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രതിനിധിയല്ലേ ഓരോ പുരോഹിതൻ എന്ന് പറയുന്നത്. ഒരു പുരോഹിതൻ കാപ്പി അണിയുമ്പോൾ നിങ്ങൾ കൂടെ മഹത്വം അണിയുകയാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പല പള്ളികളിലും മെഴുകുതിരികൾക്ക് പല കളറുള്ള മെഴുകുതിരികൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമോ? കളറുള്ളത് ഉപയോഗിച്ചാൽ അത് നമുക്ക് മെഴുകുതിരി ഏത് ഉപയോഗിച്ചാലും അവിടെ നിന്ന് എന്ത് കിട്ടണം എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രകാശം. പ്രകാശം കിട്ടണം. പ്രകാശം വെച്ച് അത് എരിഞ്ഞ് അടങ്ങി പ്രകാശിക്കണം. ഇപ്പൊ സൂര്യനെ കുറിച്ചൊരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ട്, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സൂര്യ എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് മറ്റുള്ളവർക്കായി കത്തിയെരിയുന്ന ആരോഗ്യമാണ് അത് സൂചിപ്പിക്കുന്നത്. അത് കർത്താവ് തന്നെയാണ്. കർത്താവ് ആർക്ക് വേണ്ടിയാണ് മരിച്ചത്? സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയാണോ മരിച്ചത്? അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞടയുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരും പുരോഹിതന്മാരും വിശ്വാസികൾക്കൊക്കെ ഉള്ള ഓരോ ക്രിസ്ത്യാനികൾക്കും ഉള്ള ഒരു വലിയ മെസ്സേജാണ് ഓരോ മെഴുകുതിരി നൽകുന്നത്. അതായത് അപ്പോസ്തലന്മാരെ കുറിക്കുന്നെങ്കിലും നമ്മളെയൊക്കെയാണ് അത് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കത്തിയെരിയുകയാണ്. ദാറ്റ് മീൻസ് അപ്പൊ കത്തിയെരിയുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? പ്രകാശം കിട്ടുന്നുണ്ട്, അല്ലെ? പ്രകാശം കിട്ടുന്നു. മറ്റുള്ളവർക്ക് പ്രകാശം. യു ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നതിന്റെ ഒരു ചെറിയ അടയാളമാണ്. ഇപ്പൊ ഏത് കളറിലാണെങ്കിലും അതിന് പ്രകാശം ലഭിച്ചാൽ മതി. ത്രോണോസിന്റെ അനുസരിച്ചാണ്. ഇപ്പൊ 3 ത്രോണോസ് ഉണ്ടെങ്കിൽ 3 തബലീത്ത യൂസ് ചെയ്യാൻ. അതെ. കാരണം നമ്മൾ 3 ത്രോണോസ് എന്നുള്ളത് ഓർത്തഡോക്സ് സങ്കല്പമല്ല. അത് കാത്തോലിക്, അത് ഒരു സഭ അപ്പോസ്തലിക സഭയിലും അങ്ങനെ ഇല്ല.
അത് പഴയ നൂറ്റാണ്ടുകളിൽ ഇല്ലായിരുന്നു. പിന്നീട് കാലാന്തരത്തില് ഈ സന്യാസി പ്രസ്ഥാനങ്ങൾ വന്നപ്പോൾ കത്തോലിക്ക സഭയിൽ വന്ന ഒരു കാര്യമാണ് മൾട്ടിപ്പിൾ ത്രോണോസ് എന്ന് പറയുന്നത്. അത് 9-ാം നൂറ്റാണ്ടോടുകൂടി കത്തോലിക്ക സഭയിൽ വന്ന ഒരു കാര്യമാണ്. പിന്നീട് 17-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഈ മലങ്കരയിലേക്ക് ആ കാര്യങ്ങളൊക്കെ എത്തിയത്. അങ്ങനെയാണ്, കാരണം കത്തോലിക്കരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന 3 ത്രോണോസുകളും 3 മേൽ കുർബാനയൊക്കെ നമുക്ക് അങ്ങനെയാണ് വന്നത്. നമ്മുടെ ഒറിജിനൽ പാരമ്പര്യത്തിൽ ഒറ്റ ത്രോണോസ്, ഒരു ത്രോണോസും ഒരു വിശുദ്ധ ബലിയും ഒക്കെയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അപ്പം ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഒറ്റയപ്പം, ഒരപ്പം അല്ലെങ്കിൽ 2 അപ്പം, 3 അപ്പം, പിന്നീട് 5 അപ്പം, അങ്ങനെ ഒറ്റ സംഖ്യയായിട്ട് നമ്മൾ ഉപയോഗിക്കും. അതിനൊക്കെ ഒരു പ്രതീകങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ ഈ മൾട്ടിപ്പിൾ ത്രോണോസിൽ കുർബാന ഇല്ലെന്ന് നമ്മുടെ പാരമ്പര്യമല്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് പല പള്ളികളിൽ, എന്റെ പള്ളിയിലൊക്കെ ഇപ്പോൾ 3 ത്രോണോസ് ഉണ്ട്. 3 ത്രോണോസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ 3 മേൽ കുർബാന വൺസ് ഇൻ എ വൈലൊക്കെ നമ്മൾ ചൊല്ലും. കാരണം ഓരോ ത്രോണോസിനും സാധാരണ മാത്യു സിദ്ധിയമ്പാവ് പറയാറുണ്ട്, ത്രോണോസിന് നമ്മൾ എന്താ പറയുക, പട്ടിണിക്കിടരുതെന്ന് പറയും. അത് കാരണം മുറോൺ കൊണ്ട് അഭിഷേകം ചെയ്ത ത്രോണോസ് ആണ്, അതിന് പട്ടിണിക്കിടരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വല്ലപ്പോഴൊക്കെ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കും. പണ്ടൊക്കെ ഈ ബലിപീഠം അലങ്കരിക്കുന്ന ഇതിന് പ്രത്യേക നിറങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം എല്ലാം വ്യത്യാസമായിട്ട് വരുന്നത് എന്താ? അതിനെ നമുക്കൊരു ഒരു ഒരു ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞില്ല. ചിത്തോരയെ കുറിച്ചും അതുപോലെ തന്നെ ഈ പറയുന്ന വിരിക്കൂട്ടിനെ കുറിച്ചും ഞാൻ പറഞ്ഞില്ല. സാധാരണ നമുക്കൊരു 3 കളർ, 3 കളറാണല്ലോ നമുക്കുള്ളത്. അതായത് ഒന്ന് ഈ പറയുന്ന റെഡ് കളർ പ്രപഞ്ചത്തെ മുഴുവൻ, യൂണിവേഴ്സിനെ മുഴുവനും കുറിക്കുന്ന ഒരു കളറും, പിന്നെ എർത്തിനെ കുറിക്കുന്ന കളറായിട്ട് ഗ്രീനും, അതുപോലെ തന്നെ വൈറ്റ് സഭ. ആ വൈറ്റിന്റെ മുകളിലാണ് എന്തിരിക്കുന്നത്, ശുദ്ധ രഹസ്യങ്ങൾ ഇരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്കറിയാം, ചിത്തോരയിൽ നോക്കിയാലും അതുപോലെ തന്നെ ഈ പറയുന്ന വിരിക്കൂട്ടിലും അങ്ങനെയുള്ള കളറിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. പക്ഷെ ഇപ്പൊ പലപ്പോഴും സീസണലായിട്ട് പല കളറുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണും, വൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു പുതിയൊരു എവല്യൂഷൻ ആയിരിക്കാം, പുതിയൊരു എവല്യൂഷൻ ആണ് അതൊക്കെ സഭയിൽ. അപ്പൊ ഈ കളറിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ എന്താ പറയാ, എന്നാലും നമുക്ക് ബേസിക് ആയിട്ട് സഭയില് നമ്മുടെ വിരിക്കൂട്ട് എന്ന് പറയുന്നത് ഈ 3 കളറിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് പറയും. സാധാരണ റെഡ്, അതിന്റെ മുകളിൽ ഈ പറഞ്ഞ ഗ്രീനിന്റെ മുകളിൽ വൈറ്റ്. ആ വൈറ്റിലാണ് ഇവിടെ ഇരിക്കേണ്ടത്, ഈ കാസയും വിലാസയും ഇരിക്കേണ്ടത് ആ വൈറ്റിലാണ്. കാരണം സഭയിലാണ് ഈ എന്തിരിക്കേണ്ടത്, ഇരിക്കേണ്ടത് എന്നുള്ള ഒരു ബേസിക് പ്രമാണം ഉണ്ട്. ഇപ്പം അച്ഛന്മാരുടെ കാപ്പ അനുസരിച്ചാണല്ലോ എല്ലാം മൂടി. അത് ഞാൻ അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല. അച്ഛാ, തബലയത്ത അങ്ങനെയില്ല, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് തോന്നുന്നതായിരിക്കും. കുർബാന കഴിയുമ്പം തബലയത്ത അതെല്ലാം കൂടെ വെച്ചൊരു തുണി വെച്ച് മടക്കി വെക്കുമല്ലോ, അതിനാണോ ഈ വിരിക്കൂട്ടെന്ന് പറയുന്നത്? അതോ ഹോൾ അതെ, ഇങ്ങനെ നമ്മള് തബലയത്തയുടെ മുകളിൽ വിരിക്കൂട്ടിട്ട വിരിക്കൂട്ടിന്റെ മുകളിലാണ് നമ്മൾ അപ്പവീഞ്ഞങ്ങൾ ക്രമീകരിച്ച് വെക്കുന്നത്. അങ്ങനെയാണ് സഭയുടെ ഒരു പ്രമാണം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വൈറ്റിന്റെ മുകളിൽ വെക്കണം എന്നുള്ളതൊക്കെ പ്രമാണമാണ്. അപ്പൊ അതാണ് ഇങ്ങനെ മടക്കി വെച്ച് നമ്മൾ അവസാനം കൊണ്ടുപോകുന്നതൊക്കെ. കൊണ്ടുപോകുന്നു. വിരിക്കൂട്ട് എന്നാണ് അതിന്റെ പേര്, വിരിക്കൂട്ട്. എന്നാൽ ത്രോണോസിനെ അലങ്കരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ എന്താ പറയുക, പാവിന്റെയും അതുപോലെ തന്നെ മുന്തിരിയും പിന്നെ ഗോതമ്പൊക്കെ ഉള്ള ഒരു ചെറിയ പിക്ചറൊക്കെ ഉള്ളത് കാണുന്നത്, അതിനാണ് ചിത്തോല എന്ന് പറയുന്നത്. ചിത്തോല അത് ത്രോണോസിന്റെ അലങ്കാരം, ത്രോണോസിനെ അലങ്കരിക്കും. അതിന്റെ മുകളിലും വൈറ്റ് വിരി നമ്മൾ വിരിക്കും, വൈറ്റ് വിരി വെക്കാതെ. ഈ ചിത്തോല ത്രോണോസിൽ മാത്രമേ ഉള്ളൂ, അതോ നമസ്കാര മേശയ്ക്കും ഉണ്ടോ? സാധാരണ ത്രോണോസിലാണ് ചിത്തോല ആ ഒരു മൾട്ടിപ്പിൾ കളറിൽ വെക്കുന്നത്. നമസ്കാര മേശയിലും ഇപ്പോ നമസ്കാര മേശയിലുള്ള ചിത്തോലകളും കാണുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാലത്തിന്റെ ഒരു എവല്യൂഷനിൽ വരുന്നതാണ്. ഒറ്റ കളറിൽ കാണുന്നുണ്ട് ചില സ്ഥലത്ത് മൾട്ടിപ്പിൾ കളറിലും കാണുന്നുണ്ട്. അതൊക്കെ നമസ്കാര മേശയ്ക്കും പ്രാധാന്യമുണ്ട്. നമസ്കാര മേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഓഫീസസും നടത്തുന്ന ഒരു സ്ഥലമാണ്. നമസ്കാര മേശ ഇമ്പോർട്ടന്റ് ആണ് ഒരു പള്ളിയെ സംബന്ധിച്ച്. നമസ്കാര മേശ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമസ്കാര മേശയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, നമസ്കാരം നടക്കുന്നുണ്ട് അല്ലെ, പിന്നെന്താ നടക്കുന്നത്, ഒരു മാമോദീസ കൂദാശയ്ക്കുള്ള കാര്യങ്ങൾ അവിടെ വെച്ചല്ലേ നടക്കുന്നത്. പിന്നെ ധനഹാ ശുശ്രൂഷയിൽ വെള്ളവാഴുവിന്റെ ശുശ്രൂഷ അവിടെ വെച്ചാണ്. പിന്നീട് നമ്മുടെ ഈ ഓശാനയിൽ എന്താ നടക്കുന്നത്, ഓശാനയിലെ കുരുത്തോല വാഴ്വ് അവിടെ വെച്ച് നടക്കുന്നത്. പ്രാക്ടിക്കൽ പർപ്പസിന് ചിലപ്പം അതുപോലെ നടക്കാറുണ്ട്, പക്ഷെ അവിടെ വെച്ച് നമസ്കാര മേശ നടക്കുന്നത്. പിന്നെ നടക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകളുടെ പല കാര്യങ്ങളും നമസ്കാരങ്ങളൊക്കെ അവിടെ വെച്ചല്ലേ നടക്കും. അപ്പൊ നമസ്കാര മേശയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും അതും അലങ്കരിക്കുന്നത് ഏറ്റവും വളരെ ഇങ്ങോട്ട് തന്നെ അലങ്കരിക്കുന്നത് നല്ലതാണ്. എന്നാൽ പക്ഷെ ത്രോണോസിന്റെ ത്രോണോസ് എന്ന് പറഞ്ഞാൽ ബലിപീഠമാണ്. അതിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ നമസ്കാര മേശയ്ക്ക് ഒരിക്കലും കൊടുക്കുന്നില്ല. ഈ നമസ്കാര മേശ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറിയൻ പാരമ്പര്യത്തില് നമസ്കാര മേശ അങ്ങനെ സെൻട്രൽ ഇടുന്ന ഒരു പാരമ്പര്യം അല്ല ഉള്ളത്. 2 സൈഡിലാണ് ഉള്ളത്. സെൻട്രൽ നമുക്ക് എന്താ ഉള്ളത്, എവങ്കേലിയം മേശയാണ്. എവങ്കേലിയം മേശ മുത്തിയിട്ടാണ് മധുവായിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് സിറിയൻ പാരമ്പര്യത്തിൽ.
എന്നാൽ നമുക്കറിയാലോ നമുക്ക് കുറെ പാരമ്പര്യങ്ങളിലൊക്കെ ഈ പറയുന്ന പല എവല്യൂഷൻസ് നടക്കുന്നുണ്ട്, ലിറ്റർജിക്കൽ എവല്യൂഷൻസ് നടക്കുന്നുണ്ട് ഈ പല സംഗതികളിലും. ഇപ്പൊ നമുക്കറിയാം പള്ളികൾ തന്നെ, പണ്ടുള്ള പള്ളികളൊക്കെ അന്ന് കപ്പലിന്റെ ഒരു ആകൃതിയിലായിരിക്കണം എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയില്ലേ, അതൊക്കെ മാറി പല രീതിയിലായാലും. പിന്നെ ഡോം, നീ പറഞ്ഞില്ലേ ഡോം, അത് ഒരു ഓർത്തഡോക്സ് പാരമ്പര്യം ഡോം എന്നൊക്കെ പറയുന്നത്. ഡോം പിന്നെ അർത്ഥ വൃത്താകൃതിയിലായിരിക്കണം, സെമി സർക്കിളിലായിരിക്കണം പള്ളി. ഇതൊക്കെ ബേസിക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ആർച്ചുകൾ ആയിരിക്കണം. വാതിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ നമുക്ക് പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല പലരും. ആർച്ച് സെമി സർക്കിളിലായിരിക്കണം. ഇതൊക്കെ ഓരോ പ്രമാണങ്ങളാണ്, ആർക്കിടെക്ചറിന് തന്നെ ഉണ്ട്. അത് ലിറ്റർജിയായ നമ്മുടെ ഹൃദയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ എത്ര സ്റ്റെപ്പുകൾ വേണമെന്നും കണ്ടേ. സ്റ്റെപ്പുകളിലും ഉണ്ട്, അതിനൊക്കെ ഒരു ഇതുണ്ട്. പറഞ്ഞില്ല, ഒരു ഒരു കണക്കുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ. ഒരു ആർക്കിടെക്ചറിനൊക്കെ ഒരു കണക്കുണ്ട്, ഇത്ര അളവ് വേണം ഒക്കെ ഉണ്ട്. കാരണം നിങ്ങള് ഇതാണ് പുറപ്പാട് പുസ്തകത്തില് കർത്താവ് സമാഗമന കൂടാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനൊക്കെ കൃത്യമായ ഒരു എന്താണ് അളവുകള് ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് വളരെ അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ അളവുകൾ ഇന്ന പോലെ ആയിരിക്കണം അന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ദേവാലയത്തിലും അതിൻ്റെതായ അളവുകൾ വേണം. അളവുകളും ചട്ടങ്ങളും വിധികളും ഒക്കെ ഉണ്ട്. ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അർദ്ധവൃത്താകൃതിയിലായിരിക്കണം പള്ളിയുടെ അതിനെപ്പറ്റി അച്ഛൻ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? അതായത് നമ്മൾ എപ്പോഴും ഈ ദേവാലയം എന്ന് പറയുന്നത് ഒരു പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഇതായിട്ടായി. പ്രപഞ്ചം നമുക്കറിയാലോ, അത് എന്താണെന്ന് പറയുന്ന പോലെ പ്രപഞ്ചത്തിന്റെ ഒരു ഇതാണ്. അപ്പോ അതില് നമുക്കറിയാം ഒരു ഓർത്തഡോക്സ് ദേവാലയത്തിൽ, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ദേവാലയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡോം കാണും അല്ലേ? ഡോം കാണും. ഡോമിൽ ആരാ കാണുക? ആ ഡോമിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാല് എന്ന് പറയും, സർവശക്തനായ ഓൾമൈറ്റി ഗോഡിന്റെ, അതായത് യേശുക്രിസ്തുവിന്റെ ഒരു ഒരു ചിത്രം കാണാം. അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവനും എന്താണ് താങ്ങി നിർത്തുന്നത് യേശുക്രിസ്തു. അത് മാത്രമല്ല സെൻട്രലിലാണ് പിന്നീട് ബലിപീഠം വെക്കേണ്ടതെന്നാണ് ഇതിന്റെ പാരമ്പര്യത്തിലുള്ളത്. പിന്നീട് അതിന് ചുറ്റും എന്താണ് മാലാഖമാരുടെ വൃന്ദങ്ങൾ ഉണ്ടാവാം, പ്രോഫറ്റ്സ് ഉണ്ടാവാം. ഇതൊക്കെ ഒരു വൃത്താകൃതിയാണ് എപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഉള്ളത്. അതായത് ഇങ്ങനെ ലീനിയർ മൂവ്മെന്റ് അല്ല ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ളത്. നമുക്ക് എപ്പോഴും വൃത്താകൃതിയിലുള്ള കൃപയുടെ സർക്കിൾസ് എന്നാ പറയുന്നത്. കൃപയുടെ സർക്കിൾസ് എന്നാ സാധാരണ പറയുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അച്ഛാ, ഏവൻഗേലിയൻ മേശ മുത്തിയിട്ട് പോകുമ്പോ താഴെ ഏവൻഗേലിയൻ മേശ ായിക്കകത്തല്ലേ ഇപ്പം വെക്കുന്നത്? ഇപ്പം അത് ഭാഗത്തായിട്ടാ. അപ്പം താഴെ വന്നായിരുന്നോ ഏവൻഗേലിയൻ വായിച്ചിരുന്ന? ഞാൻ പറഞ്ഞ സിറിയൻ പാരമ്പര്യത്തിലെ അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ, അങ്ങനെയായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കുറെ പള്ളികളുടെ ഒക്കെ സ്ട്രക്ചറിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ. നമ്മുടെ എപ്പോഴും ലീനിയർ സ്ട്രക്ചറാണ്, നമ്മുടെ സർക്കിളൊന്നും അല്ല, ലീനിയർ സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ മധുവായിലേക്ക് അത് കയറ്റി വെച്ച് ഇരിക്കുന്നത്. ആക്ച്വലി കാരണം ഏതെങ്കിലും വായിക്കുന്നതൊക്കെ സാധാരണ പണ്ടൊക്കെ ഭീമയിൽ നിന്നാണ് ഇതൊക്കെ വായിച്ചിരുന്നത്. ഭീമ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. നമ്മള് കേരളത്തിൽ പോവാണെങ്കിൽ പാമ്പാക്കുട പള്ളിയിലും ദേവലോകം ചാപ്പലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഭീമ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണും. അവിടെ വെച്ചിട്ടാണ് സാറിന് വേദപുസ്തക വായനയും നമ്മുടെ ശ്രീബ ആഘോഷമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരുന്നു. ഭീമ പള്ളി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നമ്മൾ? ഭീമ പള്ളി അതൊരു മുസ്ലിം പള്ളിയാ. പക്ഷെ എങ്കിലും ഭീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രബോധനത്തിനുള്ള പീഠം എന്നാ എന്റെ അർത്ഥം. അപ്പോ അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പൊ അതൊക്കെ നഷ്ടം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഹാലലുയ്യ എന്ന് പറയുന്ന ഈ ഏവെങ്കിലും മുമ്പുള്ള ഗീതം ഇച്ചിരി നീട്ടമുള്ള ഗീതമല്ലേ? കാരണം പട്ടക്കാരൻ എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ഗീതം പിന്നെയും സമയം പിടിക്കും. അത് പണ്ട് ഒരു പ്രൊസഷനായിട്ട് ദേവിയിലേക്ക് വന്ന് അവിടെ നിന്നായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത്രയും ആ ലെങ്ത് വേണം നിങ്ങൾക്കൊക്കെ. അപ്പൊ ഇപ്പൊ പക്ഷെ അതിന്റെ അത്രയും ലെങ്തിന്റെ ആവശ്യമില്ല. നമ്മൾ നീട്ടിപ്പാടി അത്രയും ലെങ്ത് ആക്കുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ഓരോരോ ഇതാണ്. നമ്മളെ ഈ മാറ്റങ്ങൾ വരും, ഇനിയും മാറ്റങ്ങൾ ഒത്തിരി വരും. അപ്പം പക്ഷെ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. ഇതൊന്നും ഒരു ഹാർഡ് റൂളൊന്നും അല്ല. ചില കാര്യങ്ങൾ പല കാര്യങ്ങളും പ്രാക്ടിക്കൽ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മറുവാസ ഇപ്പൊ നമുക്ക് കുറച്ചൊരു വേറെ സ്ട്രക്ചർ ഒക്കെ ഉണ്ട് അതിനകത്ത്. ഈ പറയുന്ന കുറെ മണികൾ, 12 മണികൾ, അതുപോലെ തന്നെ 72 അറിയിപ്പുകാരുടെ ധൂപക്കുറ്റിയിലും ഉണ്ട്, ചെങ്ങലയിലൊക്കെ ഉണ്ട്. അങ്ങനെ ബേസിക് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിനൊക്കെ കളർ വ്യത്യാസമൊക്കെ വേണമെങ്കിൽ വരാം അല്ലേ? ഇപ്പൊ സെറാഫിം അതുപോലെ തന്നെ ഈ പറയുന്ന കെരൂബ്, അവർക്കൊക്കെ നിറവ്യത്യാസങ്ങളൊക്കെ വരാം. കുറച്ചുകൂടെ ഒക്കെ അലങ്കരിച്ച് കുറച്ചുകൂടെ ഒക്കെ ബ്യൂട്ടിഫൈ ചെയ്യാം കാര്യങ്ങൾ എന്ന് വിചാരിച്ച് നമ്മൾ ഒരേ പ്രാധാന്യം സ്വീകരിച്ചോണമെന്നില്ല. അപ്പൊ മാറ്റങ്ങൾ വരും. ഇപ്പൊ ത്രോണോസിനെ അലങ്കരിക്കുന്ന ചിത്തോറയ്ക്കൊക്കെ മാറ്റങ്ങൾ വരാം.
ഒക്കെ സമയം എനിക്ക് തോന്നുന്നു ഒത്തിരി പോകുന്നല്ലോ. സമയം എത്രയായിപ്പോ? ഇത് നിർത്തണ്ടേ? നിങ്ങൾക്ക് അവിടെ ഇപ്പൊ എത്ര സമയമായി? പക്ഷെ ക്ലാസ് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ചോദ്യങ്ങളും ഒത്തിരി ഉണ്ട്, പോരെ, നമുക്ക് സംശയം. അടുത്തൊരു ക്ലാസ് കൂടെ ഉണ്ട് നമുക്ക്. അതെ ഷിബച്ച അതെ. ഉണ്ടോ? ഷിബച്ച അരളിക്ക അരളിക്ക വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, അരളിക്ക നമ്മുടെ പാരമ്പര്യമല്ല, അത് കാത്തലിക്സ് പാരമ്പര്യമാണ്. ഓക്കെ. അത് കത്തോലിക്കരുടെ പാരമ്പര്യമാണ് അരളിക്ക. അരളിക്ക എന്തിനു വേണ്ടിയിട്ടാണ്? അത് സാധാരണ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒന്ന് വിശുദ്ധ കുർബാന, റോസോ എന്ന് പറയുന്നത്. നമ്മളിപ്പോ റാസ എന്ന് പറഞ്ഞ പോലെ തെറ്റല്ലേ? തെറ്റല്ല, റാസ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമല്ലോ, പ്രദക്ഷിണമല്ലേ നമ്മുടെ പാരമ്പര്യം. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം, കാര്യം മൂവ്മെന്റിനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയാം. പ്രദക്ഷിണം എന്ന് പറയുന്നതാണ് നമ്മുടെ. റാസ എന്ന് പറയുന്നത് കാത്തലിക്സ് പാരമ്പര്യം. കാരണം റാസ എന്ന് പറഞ്ഞാൽ റോസോ എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നതിനാണ് റാസ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് പോകാറില്ല, നമ്മൾ കുരിശാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ആ രഹസ്യങ്ങൾ ഇത് വെക്കുന്നതിനുള്ള കാര്യമാണ് അരളിക്ക എന്ന് പറയുന്ന സ്ട്രക്ചർ. വിശുദ്ധ കുർബാന വെച്ചിട്ട് കത്തോലിക്കരുടെ പാരമ്പര്യത്തിൽ ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ പാരമ്പര്യമല്ല, പക്ഷെ നമ്മുടെ ത്രോണോസുകളിലൊക്കെ അത് സാധാരണ ഇപ്പോ പെരുന്നാളുകൾക്കൊക്കെ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഓരോ ലോക്കൽ ട്രഡീഷൻസോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ വിശുദ്ധ കുർബാന നമ്മൾ വെക്കാറില്ല. അച്ഛാ, മദ്ബഹായിൽ പൂ വെക്കുന്നതിന് എതിരുണ്ടോ? പൂ വയ്ക്കുന്നതിന് അത് എതിരൊന്നുമില്ല. നമുക്ക് ഈ പറയുന്ന പൂ വയ്ക്കുന്നതൊക്കെ നമുക്ക് ചില ദേവാലയങ്ങളിലൊക്കെ സാധാരണ വെക്കാറുണ്ട് മധുവായിൽ. അത്രയും പക്ഷെ മധുവായില് സിംപ്ലിഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ഒക്കെ കർത്താവിന്റെ എന്താന്നാ പറഞ്ഞത്, ബലിപീഠം. കർത്താവിന്റെ ബലിപീഠമാണ്, അതിനനുസരിച്ചുള്ള സിംപ്ലിഫിക്കേഷൻ വേണം. കർത്താവിന്റെ ടൂമ്പാണ്, അതിനനുസരിച്ചുള്ള എന്താണ് മോടിയും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ത്രോണോസ് ആയതുകൊണ്ട് ആവശ്യമില്ല. നമ്മൾ രാജാവിരിക്കുന്ന ത്രോണോസിന്റെ ചുറ്റും രണ്ട് പൂ കൊണ്ട് വെച്ചാൽ രാജാവിന് ഇഷ്ടമാണെങ്കിൽ വെച്ചോ, ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം എന്നുള്ളതാണ് കാര്യം. അത് ഇഷ്ടമുള്ള രാജാക്കന്മാരുണ്ടാവും, ഇഷ്ടമില്ലാത്ത രാജാക്കന്മാരും ഉണ്ടാവും. ഇഷ്ടമുള്ള പള്ളികളിൽ അത് വെച്ചോ, ഇഷ്ടമില്ലാത്ത പള്ളികളിൽ വെക്കേണ്ട കാര്യമില്ല. പിന്നെ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ ഒഴിവാക്കുക, കുരിശും മെഴുകുതിരിക്കാരികളും ഒഴിവാക്കരുത്. അതുപോലെ തന്നെ ഈ പറയുന്ന എന്ത് വേണം, ചിത്തോല അങ്ങനെയുള്ള കാര്യങ്ങളും തബലയിത്ത ഇതൊക്കെ വേണം. ബാക്കി എന്തെങ്കിലുമൊക്കെ വെക്കുന്നത് അവിടെ നമുക്കറിയാം. കെറൂബുകൾ എന്ന് പറഞ്ഞൊരു സാധനം വെക്കുന്നുണ്ട് അല്ലേ ചില പള്ളികളിൽ. ചില പള്ളികളിൽ വെക്കാറുണ്ട്. കുറച്ചുകൂടെ ഒക്കെ വരുമാനവും അതുള്ള പള്ളികളൊക്കെ ഇത് വെച്ചോട്ടെ, ഇല്ലാത്ത പള്ളികൾ സിമ്പിൾ ആയിട്ട് പോട്ടെ. അതുപോലൊക്കെ തടിക്കുരിശ് തന്നെ നിർബന്ധമില്ലേ? ത്രോണോസ് വേണം. തടിക്കുരിശാണ് സാധാരണ വെക്കേണ്ടത്. എല്ലാ ത്രോണോസിനും തടിക്കുരിശ് ഉണ്ടാവും. അതായത് നമ്മള് ആഘോഷിച്ച് വെക്കുന്ന തടിക്കുരിശായിരിക്കും എപ്പോഴും വെക്കുന്നത്. എന്നാൽ അതിന്റെ കൂടെ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ലോഹനിർമ്മിതമായ കുരിശുകൾ, നമ്മുടെ സ്വർണം പൂശിയതും വെള്ളി പൂശിയതും ആ കുരിശുകൾ വെക്കാറുണ്ട്. എന്നാൽ എന്ത് വെച്ചാലും ഒരു തടിക്കുരിശ് അതും നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ബഡഡ് ക്ലോസ് ആയിരിക്കും. ബഡഡ് ക്ലോസിന്റെ പ്രത്യേകത എന്താ? ബഡഡ് ക്ലോസ് എന്ന് അറിയത്തില്ല എന്താണ്? അഹറോന്റെ തളുത്തപടി അല്ല, ഈ പറയുന്ന മൂന്ന്, അതായത് തൃത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. തൃത്വത്തെ സൂചിപ്പിക്കുന്ന മൂന്ന് ഇങ്ങനെ ഇരിക്കുന്ന അത് ബഡഡ് ക്ലോസ് ആണ്. കാരണം നമ്മൾ തൃത്വ ആരാധികളല്ലേ. നമ്മളെപ്പോഴും ഓർത്തോഡോക്സോ എന്ന് പറഞ്ഞാൽ ശരിയായി ആരാധിക്കുന്നു. ശരിയായ ആരാധന ആർക്കാ കൊടുക്കുന്നത്? ഓർത്തഡോക്സുകാർക്കല്ല. ശരിയായ ആരാധന ആർക്കാ കൊടുക്കേണ്ടത്? ദൈവത്തിന്. ഏത് ദൈവത്തിന് കൊടുക്കണോ? ക്രിസ്തുവിനല്ല. നമ്മൾ അങ്ങനെ പറയരുത്. പിതാവിനും പുത്രനും. നമ്മുടെ ഏതെങ്കിലും ലിറ്റർജിയില് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും അല്ലാതെ ആരാധന കൊടുക്കുന്നതല്ല. ഏത് പ്രാർത്ഥന നിങ്ങൾ സീനീസ് മോൾ ശ്രദ്ധിച്ചോ? വിശുദ്ധ കുർബാന ചെന്ന് നിൽക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനയും അവസാനിക്കുന്ന എങ്ങനെയായിരിക്കും? ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ആകണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ എന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു പ്രാർത്ഥനയും അവിടെ യേശു ക്രിസ്തുവിന് കരയേറ്റുന്നു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനൊക്കെ നമ്മൾ നമ്മുടെ സാധാരണ രീതിയിൽ പറയുന്ന കാര്യം. തൃത്വ ആരാധനയാണ് ഓർത്തഡോക്സ് ആരാധന എന്ന് പറയുന്നത്. ശരിയായ ആരാധന ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ തൃത്വ ദൈവത്തെ ആരാധിക്കുക. ഒരു ജഗ്ഗും വെള്ളവും ഒരു ടവലും യൂസ് ചെയ്യുമല്ലോ. ജഗ്ഗും ടവലൊക്കെ അത് നമ്മൾ കൈ കഴുകാൻ വേണ്ടി. കൈ കഴുകൽ ഒരു ഇമ്പോർട്ടന്റ് പ്രതീകമാണ്. ഞാൻ പറഞ്ഞില്ല, കൈ കഴുകുക എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് പ്യൂരിഫിക്കേഷൻ ആണ്. പ്യൂരിഫിക്കേഷൻ ജാർ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. പ്യൂരിഫിക്കേഷൻ, വെള്ളം ഒഴിച്ചു കൊടുക്കുക, കൈ കഴുകുക എന്നൊക്കെ പറഞ്ഞത് ഇമ്പോർട്ടന്റ് പ്രതീകമാണ് ആരാധനയില്. കാരണം നമ്മള് വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് മുമ്പ്
എന്താണ് വിശുദ്ധ കൈകൾ. കാരണം പ്യൂരിഫിക്കേഷൻ നടത്തിയിട്ട് പ്യൂരിഫിക്കേഷൻ നടത്തിയിട്ടേ നമ്മൾ ബലി അർപ്പിക്കുകയുള്ളൂ. ഈവൻ നമ്മള് തുയോബയ്ക്ക് കയറിയിട്ട് നമ്മൾ എന്താ പറയാ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ്, അതായത് വിശുദ്ധ വസ്ത്രങ്ങൾ അണിയുന്നതിന് മുമ്പും കൈ കഴുകുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയോട് കൂടെ മലിനമായ കാര്യങ്ങൾ എന്നെ ഉരിഞ്ഞു കളയണമേ എന്ന് പറഞ്ഞ് നമ്മൾ കറുത്തപ്പായം മാറ്റി വെച്ച് കൈ കഴുകിയ ശേഷമാണ് വിശുദ്ധ വസ്ത്രാലങ്കാരം നടത്തുന്നത്. അപ്പോൾ കൈ കഴുകുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് എത്ര പ്രാവശ്യം ചെയ്യും? കൈ കഴുകുന്നത് നമ്മള് തുയോബക്ക് കയറുമ്പോൾ ഒന്ന് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ലിറ്റർജി ഓഫ് ലിറ്റർജി, അനാഫുറക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യും. അതിനുശേഷം പിന്നീട് നമ്മൾ കയ്യിൽ എന്തെങ്കിലും നമ്മൾ വേറെ ധൂപക്കുറ്റി വീശിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കൈ കഴുകിയിട്ട് വീണ്ടും അതിനകത്ത് കയറത്തുള്ളൂ. കാരണം മറ്റുള്ള കാര്യങ്ങളൊന്നും സ്പർശിക്കരുത്, കർത്താവിൽ തിരിച്ചുകൾ മാത്രം സ്പർശിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു പ്യൂരിഫിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട്, ക്ലീൻലിനെസ്സും പ്യൂരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഖാനാവിലെ കല്യാണത്തിൽ എത്ര പ്യൂരിഫിക്കേഷൻ ജാർസ് ഉണ്ടായിരുന്നു? 6 ഉണ്ടായിരുന്നു. അതെന്താ അറിയാം? 6 എന്തിനെ കുറിക്കുന്നറിയാം? അത് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് എത്ര ഉണ്ടായിരുന്നു? 6 ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് അതിനകത്ത് പ്രവർത്തിച്ചപ്പോൾ എന്തായി മാറി? പൂർണ്ണതയുള്ളതായിട്ട് മാറി. 7 പൂർണ്ണതയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലേ? ശമരിയാസ്ത്രീക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു? 5 ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ളവനോ എത്ര ഉണ്ടായിരുന്നു? ഉണ്ട്. പൂർണ്ണത ഇല്ല. പക്ഷെ കർത്താവ് വന്നപ്പോ എന്തായി? കർത്താവ് കൂടെ വന്നപ്പോ 7 പൂർണ്ണതയായി. കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ പൂർണ്ണ. അതുവരെയും നമ്മൾ എന്തായിരിക്കും? അതുവരെയും അസ്വസ്ഥരായിരിക്കും. ആര് കൂടെ ഉണ്ടായാലും അസ്വസ്ഥരായിരിക്കും. എത്ര ജാറുകൾ കൂടെ ഉണ്ടായാലും അസ്വസ്ഥരായിരിക്കും. കർത്താവ് വന്ന് പൂർണ്ണമാക്കണമല്ല. ഈ കർത്താവ് വന്ന് പൂർണ്ണമാക്കണം എന്ത് ചെയ്യണം? വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയാണ് കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പൂർത്തീകരണം, അതായത് ഒരു പെർഫെക്ഷൻ സ്റ്റേറ്റിലേക്ക് വരാനുള്ള ഒരു കാര്യമാണ് ലിറ്റർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി എന്തിനു പോയാലും നമ്മുടെ പൂർണ്ണത ലഭിക്കുകയില്ല. നമ്മൾ തീർച്ചയായും ശമരിയാസ്ത്രീയെ പോലെ അസ്വസ്ഥമായിരിക്കും. എന്നാൽ കർത്താവ് ജീവിതത്തിലേക്ക് വന്നപ്പോൾ ശമരിയാസ്ത്രീ എന്ത് ചെയ്തു? പൂർണ്ണയായി അവള് സാക്ഷിയായിട്ട് മാറും. എന്ന് പറഞ്ഞ പോലെ നമുക്കും ക്രിസ്തുവിന്റെ നല്ല സാക്ഷിയായി മാറാനായിട്ട് കർത്താവിനെ സ്വീകരിക്കാം ആരാധനയിലൂടെ. ഇപ്പൊ ഈ പറഞ്ഞ പ്രതീകങ്ങളുടെയൊക്കെ ഡീപ്പ് മീനിങ്ങിലേക്ക് നമ്മൾ കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരാധിക്കാൻ സാധിക്കും, അല്ലെ? ആരാധിക്കാൻ സാധിക്കും. ഇല്ലാതെ നമ്മൾ ആരാധിച്ചാലും ആരാധനയൊക്കെ തന്നെ വ്യത്യാസമൊന്നുമില്ല. അറിയാത്ത ഒരുത്തിനെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല, അവൻ പോയി ആത്മശരീര മനസ്സുകളെ സമർപ്പിച്ചാൽ ആരാധന. ഒരുത്തിനെ സംബന്ധിച്ച് ആരാധിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീപ്പായിട്ട് റിസർച്ച് എടുത്തപ്പോൾ AI ഒക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് റിസർച്ച് എടുത്താൽ കുറച്ചൊക്കെ കിട്ടും, മുഴുവനും കിട്ടില്ല. കാരണം എന്താ പറയുക, AI തലത്തിൽ മാത്രമേ അത് കിട്ടൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. എനിക്കിവിടെ 10:30 കഴിഞ്ഞു. 10:30 അച്ഛനോട് 10:30 നമുക്കിനി വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഉള്ള സംശയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാനും പറ്റും. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു വെരി ദാറ്റ് മച്ച്. വെരി ഇൻട്രസ്റ്റിംഗ് ക്ലാസ്. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിച്ചേച്ച് വൈൻഡ് അപ്പ് ചെയ്യാം അച്ഛാ. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്തിൽ ഞങ്ങളെ കാത്തു രക്ഷിതാവായ പുത്ര, ജയമുള്ള സ്ത്രീയായ മറച്ചുകൊള്ളണമേ. ഇതുള്ള കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ദൈവമായ ക്ഷമിച്ചുകൊള്ളണമേ. കർത്താവേ, കർത്താവ് നേരമൊക്കെ എല്ലാ സമയത്തും എന്റെ ദൈവത്തിന്റെ ജനം കേട്ട് മറച്ചുകൊള്ളണമേ.